ഏവർക്കും സ്വാഗതം. കേരളത്തിലെ കൃഷി കാർഷിക അനുബന്ധ മേഖലകളിലെ സംരംഭങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും നൂതന സംരംഭകത്വ ആശയങ്ങൾ വികസിപ്പിച്ച് സാങ്കേതിക സാമ്പത്തിക സഹായം നൽകി മികച്ച സംരംഭങ്ങളായി വളർത്തിയെടുക്കുന്നതിനുമായി ഭാരത സർക്കാർ കേന്ദ്ര കർഷക ക്ഷേമ മന്ത്രാലയം ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന രാഫ്താർ അഗ്രി ഇൻക്യുബേറ്ററുകൾ. ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന അഗ്രി ഇൻക്യുബേറ്റർ കേരളത്തിലെ കാർഷിക സാങ്കേതിക വിദ്യാരംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിനായി പുതുവീര്യം പ്രദാനം ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. കാർഷിക ശാക്തീകരണത്തിലൂടെ നവകേരള വികസനത്തിന് നമ്മുടെ സംരംഭകരെ വാർത്തെടുക്കുന്നതിനായുള്ള ഈ അഗ്രി ഇൻക്യുബേറ്ററിന്റെ 3ാം ബാച്ച് സംരംഭകത്വ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കേരള കാർഷിക സർവകലാശാലയുടെ ആമന്ത്രണ ഗാനത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ പരിശീലനവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആദരണീയനായ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർകൾ, ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന കേരള കാർഷിക സർവകലാശാല ഭരണസമിതി അംഗവും റവന്യൂ മിനിസ്റ്ററുമായ ആദരണീയനായ അഡ്വക്കേറ്റ് കെ രാജൻ അവർകൾ, കേരള കാർഷിക സർവകലാശാലയുടെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു അവർകൾ, ഈ പരിപാടിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്ന വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ജിജു പി അലക്സ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയിലെ
കുടുംബാംഗങ്ങളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിലെ പരിശീലനാർത്ഥികളെ, ഇത് ശ്രവിക്കുന്ന കർഷക സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, കേരള കാർഷിക സർവകലാശാലയുടെ RKVY റാഫ്താർ അഗ്രി ബിസിനസ് പരിശീലന പരിപാടിയുടെ 3ാം ഘട്ട ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കാർഷിക മേഖലയിലുള്ള സംരംഭകത്വം, അഗ്രി ബിസിനസ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം, ശരിക്കും പറഞ്ഞാൽ കൃഷിയെപ്പോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി സംരംഭങ്ങൾ, അതാണ് കൃഷിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയാതെ വയ്യ. കാർഷിക മേഖലയിലെ അഗ്രി ബിസിനസ്സുകൾ, കാർഷിക മേഖലയിലെ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി കാർഷിക മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഒപ്പം കർഷകർക്കും കാർഷിക മേഖലയ്ക്കും സപ്പോർട്ട് സംവിധാനമായി ഈ കൃഷി സംരംഭങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളതും കൂടിയാണ് കാർഷിക മേഖലയിലെ തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. RKVY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററും അതുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു വേറിട്ട ഒരു പരിശീലന പരിപാടിയാണ്. സാധാരണ ഉള്ള പരിശീലന പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വേറിട്ട പരിപാടി എന്ന് പറയുവാൻ കാരണം, അതിൽ കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങളുമായി വരുന്നവർക്ക് അവരുടെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ സംരംഭകത്വം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്ന തരത്തിലാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആശയമായി വരുന്ന, അതല്ലെങ്കിൽ കാർഷിക സംരംഭങ്ങൾ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറുള്ള ആൾക്കാരിൽ അതിനു വേണ്ടുന്ന ഓറിയന്റേഷൻ നൽകുക, അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ നൽകുക, സപ്പോർട്ട് സംവിധാനങ്ങൾ നൽകുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക, അവരെ കൈപിടിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക, കൂടാതെ ഒപ്പം അതിനു വേണ്ടി വരുന്ന ധനസഹായവും നൽകുക. ഇത്തരത്തിൽ ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ് ഈ പരിപാടിക്കുള്ളത്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇതിൽ പരിശീലനത്തിൽ പങ്കെടുത്തവർ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 കോടിയോളം രൂപ അവർക്ക് സംരംഭം തുടങ്ങുന്നതിനായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. 2ാം ഘട്ടത്തിലും ഈ പരിശീലന പരിപാടി നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നൽകുന്ന പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ 3ാം ഘട്ട പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സംരംഭങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന നിരവധി എണ്ണമുണ്ട്. ചില ഉദാഹരണങ്ങൾ എന്നുള്ള നിലയിൽ ചക്കയിലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ, അതുപോലെ വാക്വം ഫ്രൈയിങ്ങിലൂടെയുള്ള വികസിപ്പിച്ചെടുത്ത വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നാളികേരത്തിൽ മറ്റ് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോഡക്റ്റുകളിലും ഉള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, അതുപോലെ വീട്ടിലെത്തുന്ന വെറ്റിനറി ക്ലിനിക്, അതുപോലെ IT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ സംരംഭങ്ങൾ, ഇവയൊക്കെ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്, വിജയപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ 3ാം ഘട്ട പരിശീലന പരിപാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി, അദ്ദേഹം ചാർജ് എടുത്ത് വളരെ പുതിയൊരു തുടക്കം കാർഷിക മേഖലയ്ക്ക് നൽകാനുള്ള പുറപ്പാടിലാണ്. അദ്ദേഹം ഈ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. വളരെ പ്രാധാന്യമുള്ള നമ്മൾ ചെറിയൊരു പരിശീലനം എന്നതിലുപരി വളരെ പ്രാധാന്യമുള്ള ഒരു പരിശീലനം ആയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ നമ്മൾ ഈ ചടങ്ങിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു എന്നുള്ളത് ഞങ്ങളെ കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ കാർഷിക സർവകലാശാല സമൂഹത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരിലും ഞാൻ വളരെ ബഹുമാന പുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, അടുത്തതായി ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന വളരെ ആദരണീയനായ നമ്മുടെ സ്വന്തം MLA-യും കേരള കാർഷിക സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള ഗവൺമെന്റിലെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ ആദരണീയനായ അഡ്വക്കേറ്റ് K. രാജൻ അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ബഹുമാന പുരസ്സരം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ഈ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ എല്ലാ നടത്തിപ്പിൻ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകുന്ന, ഗൈഡൻസ് നൽകുന്ന, കാർഷിക സർവകലാശാലയെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു സാറാണ്. സാറിനെ ഞാൻ വളരെ ബഹുമാന പുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാനായ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ, അദ്ദേഹത്തിന്റെ കീഴിലാണ് അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലും കീഴിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ വളരെ ബഹുമാന പുരസ്സരം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ചടങ്ങിൽ മായി ബന്ധപ്പെട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഓരോരുത്തരെയായി എടുത്ത് പറയുന്നില്ല, എല്ലാവരെയും, ഇത് ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള കേരള കാർഷിക സർവകലാശാലയിലെ വിവിധ ഉദ്യോഗസ്ഥർ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഇതിന്റെ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന പരിശീലനാർത്ഥികൾ, അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അധ്യാപക, അനധ്യാപക, കാർഷിക സർവകലാശാലയിലെ കുടുംബാംഗങ്ങൾ, കർഷക സുഹൃത്തുക്കൾ, ഈ പരിപാടിക്ക് സഹായിക്കുന്ന എല്ലാവരും, ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ ഹാർദവമായി, വളരെ സ്നേഹ പുരസ്സരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇന്നത്തെ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Minister for Agriculture and our beloved Pro Chancellor, Sri Prasad Sir Avargal, President of this function, Honorable Minister for Revenue and Land Reforms, and our beloved Executive Committee member, Advocate K. Rajan Avargal, Director of Extension, Dr. Jiju P. Alex, Registrar, Dr. A. Zakir Hussain, my fellow university officers, my dear scientists, dear incubators of Kerala Agriculture Universities, and also many other incubators who are participating. More than 100 people are participating in this inaugural function. My young student friends, staff of Kerala Agriculture University, very good morning to all of you. At the outset, I would like to thank our Honorable Minister for Agriculture. Sir, your valuable time, we understand the importance. You have very generously and kindly consented to inaugurate this program online. In spite of your busy schedule today, we understand they have many programs. In spite of that, you have actually joined us with the scientists and staff and students of Kerala Agriculture University, because you are the guiding spirit for the entire Kerala Agriculture fraternity to take this community at the service of the doorsteps of the farming community. I will thank you profusely, sir, for your valuable time and your consent for inaugurating this function. In a few words, I will explain the importance of this program, what is called as RAPTAR. It is implemented by Government of India through Ministry of Agriculture and Farmers Welfare. RAPTAR means remunerative approaches for agriculture and allied sector rejuvenation. This is to make the agriculture profession more remunerative and also bring young brains, youth into agriculture. Sir, many of our youths are having bright ideas. Using their knowledge and imagination, they think, why don't we actually do something like this, which will be useful for the farming community, at the same time bring better services and income for the people and generate employment. Such ideas, they don't know how to actually implement it. They want to make a prototype, but for that they need support. They need an infrastructure. They need money. They need knowledge and technical support from scientists like Kerala Agriculture University. So we handhold them through this program. We give maximum 5 lakhs rupees so that the ideas they can actually convert into prototype. Then next step, there is another level. Some are already developed a prototype and they want to scale it up. They want to magnify that into a larger level. For that, they need additional support and also for additional infrastructure and expertise. We provide this through this scheme. The Kerala Agriculture University provides up to 25 lakhs for those already have a prototype.
but they want to develop this into a commercial level product. So through this project, we give them training, we connect them with all the people like patent attorneys. So initially they want to protect their knowledge and idea, protect their intellectual property rights. Then they can meet various expertise, how this idea can be taken up into a commercial products. What are the challenges you'll be meeting in this business plan? So how to get loans, how to get other technical support, laboratory support. All this will be facilitated under this agri-business incubator under Kerala Agriculture University, sir. And during the last couple of years, 2 such selection processes are successfully completed through a very objective selection process. We have selected in each time 40 youngsters and also very good novel ideas which can be applied in agriculture. And now first batch has got money, funding support from the government of India. They are at various stages of their operation, taking forward their enterprise. Second level also training completed, we have recommended, and the government of India will going to support them. Now this is the third batch, sir. That I want to say at every batch, the number of application is increasing. This time we got more than 300 applications, and through a very broad selection committee, including our CEO from Kerala Startup Mission and a professor from Indian Institute of Technology, Kanpur, and many other scientists from nearby sister institutions within the state and across the state. They are all in the selection committee. Very objectively, they select based on their proposal and the novelty, its utility, and we have selected these candidates. Every time 40 candidates we select, and these candidates will be given 8 weeks training. And in this training, they will be given training on all aspects, how to make a successful business plan from an idea to marketing. So that kind of a training will be given for the next 8 weeks, starting from today. Then they will be, their application will be sent to Government of India for financial support. So this is a very important training program, sir, important project. And in the next immediate opportunity, when Honorable Minister can visit Kerala Agriculture University, we can personally see the activities under this project and able to get further guidance from you. So with these few words, many of the incubators in the first level, they got national level awards for their innovations. So such is the expertise and training that we are providing from Kerala Agriculture University. These 2 young entrepreneurs, and they are handhold them to become a successful entrepreneurs. So with these few words, once again, thank you for your valuable time and your guidance in all the programs at Kerala Agriculture University. Thank you. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും ഒല്ലൂർ MLAയുമായ അഡ്വക്കേറ്റ് ശ്രീ കെ രാജൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഭാഗമായിട്ടുള്ള പുതിയ സംരംഭകത്വ പരിശീലനത്തിന്റെ ഉദ്ഘാടകൻ ആരാധ്യനായ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഡോക്ടർ ആർ ചന്ദ്രബാബു, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇന്ന് വീണ്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ 3ാം ബാച്ചിന്റെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുകയാണ്. സംരംഭകത്വ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ സർവകലാശാലയിൽ ആരംഭിക്കുമ്പോൾ അതിന്റെ സാധ്യതകളൊന്നും നമുക്കത്ര വ്യക്തമായിരുന്നില്ല. നമ്മളൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഒരു തുടക്കം കുറിക്കുക എന്ന് മാത്രമേ അന്ന് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷന്റെ നേതൃത്വത്തിൽ നടന്ന അന്നത്തെ പരിപാടിയിൽ നമ്മൾ ആലോചിച്ചിരുന്നുള്ളൂ. എന്നാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 3ാമത്തെ ബാച്ചിലേക്ക്, അങ്ങനെ തന്നെയാകുമെന്നാണ് എന്റെ ധാരണ, 3ാമത്തെ ബാച്ചിലേക്ക് ഇപ്പൊ കടക്കുമ്പോൾ ഈ രംഗത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ സാധ്യതയും സാഹചര്യവും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ വൈഗ എന്നൊരു സംവിധാനം തിരുവനന്തപുരത്ത് വെച്ച് 5 വർഷക്കാലം മുമ്പ് കേരളത്തിലെ കൃഷി വകുപ്പ് ആരംഭിക്കുമ്പോൾ വൈഗയുടെ സാധ്യതകൾ എത്രമാത്രം എന്ന കാര്യത്തിൽ സംശയം നമുക്കുണ്ടായിരുന്നു. വിവിധങ്ങളായിട്ടുള്ള വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലേക്ക് വൈഗ കടക്കുമ്പോൾ വൈഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു, പ്രത്യേകിച്ച് 2ാമത്തെ വൈഗ സംഘടിപ്പിക്കപ്പെട്ടത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ
ക്യാമ്പസിനകത്ത് വെച്ചാണ്. ആ വൈകിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളൊന്നായിരുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, സ്വയം സംരംഭകരെ സൃഷ്ടിച്ചുകൊണ്ട് വളരെ വ്യാപകമായി പുതിയ തൊഴിലന്വേഷികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവസരം ഉണ്ടാക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പൊതുനിരത്തിലെത്തിക്കുകയും ചെയ്യുക എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിശ്രമം. അത് വലിയ കാലത്തിൽ കൊണ്ടുവരാൻ തുടക്കം മുതലേ കേരള കാർഷിക സർവകലാശാലയുടെ പരിശ്രമത്തിനായി ആ സ്വയം സംരംഭകത്വ പരിശീലനം പിന്നീട് വൈകിയിൽ തന്നെ വിവിധങ്ങളായ പ്രൊഡക്റ്റുകളുമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ കേരളത്തിലെ യുവത്വത്തിനും അതേസമയം തന്നെ വിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പൊതുനിരത്തിലെത്തുമ്പോൾ അതുവഴി കർഷകർക്കും വലിയ ഗുണകരങ്ങളായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒന്നായി അത് മാറി. ഒരുപക്ഷെ അഗ്രോ പാർക്കുകൾ എന്ന സങ്കല്പവും നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമായത് ഈ പരിശീലനത്തിന്റെയും പഠനത്തിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ സെന്ററിൽ ഇതുമായി ബന്ധപ്പെട്ട MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി എഴുതി നൽകിയിരുന്നു. ചില സാങ്കേതിക പ്രശ്നം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഫിനാൻസിൽ അതുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട പുതിയ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായി ഇടപെട്ടുകൊണ്ട് അക്കാര്യം നേരത്തെ നമ്മുടെ VFPCക്ക് ഇതുപോലെ MLA ഫണ്ടിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായി അനുവദിച്ച MLA ഞാനാണെന്നാണ് എന്റെ വിശ്വാസം. അനുവദിക്കുമ്പോൾ ആദ്യം നമുക്ക് ലഭ്യമായെങ്കിലും പിന്നീട് തടസ്സം മൂലം 3 വർഷക്കാലം ഫിനാൻസ് അത് അനുവദിക്കാതെ തടസ്സം വന്നു. അത് പിന്നീട് നമുക്ക് വീണ്ടും അനുവദിക്കാനും മരോട്ടിച്ചാൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് വീണ്ടും കൊണ്ടുവരാനും കഴിഞ്ഞു. അതേ മോഡൽ തന്നെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിട്ട് ആലോചിച്ച് നമ്മുടെ എക്സ്റ്റൻഷൻ സെന്ററിൽ MLA ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനം കൂടി കൊണ്ടുവരാൻ ഞങ്ങളത് ബഹുമാനപ്പെട്ട ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ, ഞാൻ വൈസ് ചാൻസലർ അടക്കമുള്ള നമ്മുടെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട പരിശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞ തവണ അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൂടി ഇത്തവണ MLA ഫണ്ടിൽ നിന്ന് നമ്മുടെ ഫണ്ടെല്ലാം വെട്ടി കുറച്ചെങ്കിലും നേരത്തെ കൊടുത്തൊരു പ്രോജക്റ്റ് എന്ന നിലയിൽ ആ സംവിധാനം കൂടി രംഗത്ത് കൊണ്ടുവരും. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യത്തെ അഗ്രോ പാർക്കുകൾ ആരംഭിക്കാനുള്ള സംവിധാനം ഉണ്ടായത്. ആദ്യത്തെ അഗ്രോ പാർക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടത്. കേക്കോം അതിന്റെ ഏജൻസി, അതിന്റെ ടെക്നിക്കൽ നോഹായി പ്രവർത്തിക്കുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബനാന റിസർച്ച് സ്റ്റേഷൻ നിന്നും തേനിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പരിശ്രമത്തിന് നമ്മൾ തുടക്കം കുറിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒന്നായി BRSന്റെ നമ്മുടെ കേന്ദ്രം, മാരാക്കിലെ കേന്ദ്രം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായാലും ഇതിന്റെ ഒരു പുതിയ യൂണിറ്റ് കൂടി ആരംഭിക്കുമ്പോൾ കൂടുതൽ പ്രദേശത്തേക്ക് അത് വരാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നേരത്തെ തന്നെ കൽപ്പിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വം നമുക്ക് ലഭ്യമാകുമ്പോൾ കൂടുതൽ കരുത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നേരിട്ട് എത്തിച്ചേരണമെന്നാണ് ഈ ദിവസങ്ങളിൽ കരുതിയിരുന്നെങ്കിലും അധികമായിട്ടുള്ള ജോലി ഭാരം കൊണ്ട് ഈ ആഴ്ച ഇവിടെ തന്നെ നോക്കേണ്ടി വന്നതുകൊണ്ട് ഈ ആഴ്ച എത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നേരിട്ടെത്തിയതായി കരുതണം എന്ന് കാർഷിക സർവകലാശാലയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും പ്രത്യേകിച്ച് ബഹുമാനായിട്ടുള്ള VCയോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദിനെ ആദരവോടും ക്ഷണിക്കുന്നു. 2021 ജൂൺ 11 മുതൽ ആഗസ്റ്റ് 11 വരെ നടക്കുന്ന RKVY റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ 3ാം ബാച്ച് സംരംഭകത്വ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇന്നിവിടെ ഓൺലൈനായി നിർവഹിക്കുന്നതിനും നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട കേരള കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് അവർകളെ ഏറെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ, കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ R. ചന്ദ്രബാബു, രജിസ്ട്രാർ ഡോക്ടർ ജിജു P. അലക്സ്, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ 2020-21 വർഷത്തെ സംരംഭകത്വ പരിശീലന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കാർഷിക സർവകലാശാലയുടെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ
സമഗ്രമായ വികസനത്തെ, പുരോഗതിയെ മുൻനിർത്തിയിട്ടാണ്. കാർഷിക മേഖലയിൽ നവീനങ്ങളായ ആശയങ്ങൾ, പദ്ധതികൾ അതെല്ലാം നടപ്പിലാക്കാൻ ഒരു വലിയ ശാസ്ത്ര സമൂഹത്തിന്റെ പിന്തുണയും പിൻബലവും വേണ്ടതുണ്ട് എന്ന് ദീർഘവീക്ഷണത്തോടെ കണ്ട് അതിനനുസരിച്ചാണ് 5 പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്നിട്ട് കേരളത്തിന്റെ കാർഷിക സർവകലാശാലയുടെ തുടക്കം ആയത്. നമ്മൾ ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ നമ്മുടെ മുൻതലമുറക്കാർ എണ്ണം പറഞ്ഞ പ്രതിഭാധനരായ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ, ഞാൻ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോൻ അടക്കമുള്ള എല്ലാവരെയും ഓർക്കുന്നു. നമുക്കൊരു ഇത്തരത്തിൽ സർവകലാശാലയുടെ രൂപകൽപ്പനയെല്ലാം ഉണ്ടായത് അവരുടെ എല്ലാം ശ്രമഫലമായിട്ടാണ്. അവിടെയെല്ലാം ലക്ഷ്യം വെച്ചത് നമ്മുടെ കാർഷിക മേഖലയുടെ പുരോഗതിയാണ്. കൃഷിഭൂമി കൃഷിക്കാരനെന്ന മുദ്രാവാക്യം മുഴക്കിയ അവർക്ക് കാർഷിക മേഖലയിൽ പുതിയ ആശയങ്ങൾ, പുതിയ ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങളെല്ലാം നടത്തി കൃഷിക്കാരന് എല്ലാ അർത്ഥത്തിലും സഹായകമാവുന്ന ഒരു വിഭാഗത്തെ, ഒരു ശാസ്ത്ര സമൂഹത്തെ പിൻബലം കൊടുക്കാൻ കഴിയുന്ന, കർഷക സമൂഹത്തിന്റെ ഒരു നട്ടല്ലായി അവരെ എല്ലാം സഹായിക്കാൻ കഴിയുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുക, വാർത്തെടുക്കുക എന്നതായിരുന്നു അന്നെല്ലാം ലക്ഷ്യം വെച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു സ്ഥാപനം രൂപം കൊണ്ടത്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കാളിയാവുന്നു എന്നുള്ളതാണ് ഞാൻ സന്തോഷകരമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞത്. ഞാൻ ദീർഘമായൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഇവിടെ ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി കാർഷിക സർവകലാശാലയായി ബന്ധപ്പെട്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ, കുറേ വർഷങ്ങളുടെ അനുഭവ പരിചയം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ട്. കൃഷിക്കാർക്കുള്ള വലിയ പ്രശ്നമുണ്ട്. കൃഷിക്കാരന്റെ ഏറ്റവും പ്രമുഖമായ പ്രശ്നം കൃഷിയിൽ അവർക്ക് സജീവമായി നിലയുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സജീവമായി നിലയുറപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞത് കാർഷിക മേഖലയെ വിട്ടൊഴിഞ്ഞു പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് കർഷകൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പലവിധങ്ങളായ കാരണങ്ങൾ. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുടെ ഭാഗമായി തന്നെ കർഷകർ വലിയ തോതിൽ കൃഷിയിടങ്ങളിൽ നിന്ന് പറിച്ചെറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ചില പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം നമ്മുടെ മുമ്പാകെ ഇപ്പോഴും നിൽക്കുന്നതിലേക്ക് എത്തുന്നത്. സമൂഹത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഇടമായി കണക്കുകൂട്ടേണ്ടുന്ന നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ആ ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടൽ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ കൃഷിയെ കണക്കാക്കുമ്പോൾ കൃഷിക്കാരനോട് ഞങ്ങളെല്ലാം ചെയ്യും എന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. കൃഷിക്കാരന്റെ മുന്നിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവന്റെ ഉൽപാദനത്തിന്റെ പ്രശ്നമാണ്. നന്നായി ഉൽപാദനം നടക്കുക, ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുക. ഏത് കൃഷിയുമായി ബന്ധപ്പെടുന്ന കൃഷിക്കാരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, അവർ എല്ലാ പ്രതീക്ഷകളോടെ നിൽക്കുന്നത്, അവൻ പ്രാർത്ഥിക്കുന്നതെല്ലാം നല്ല വിളവ് കിട്ടണേ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പൊ വിളവിന്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു നല്ല വിളവുണ്ടായാലോ, ആ നല്ല വിളവുണ്ടായാൽ അത് എടുക്കാൻ പാകത്തിൽ അത് സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ വിളവുണ്ടായാൽ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. കപ്പ കൂടുതലായി എന്തൊരു വലിയ പ്രതിസന്ധിയാണ്. കൈതച്ചക്ക കൂടുതലുണ്ടായി, അതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൂടുതൽ ഉണ്ടായതിന്റെ പേരിലുള്ള സന്തോഷമല്ല, കൂടുതൽ ഉണ്ടായതിന്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകളാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു പൊന്തുന്നത്. അപ്പോൾ കൂടുതൽ വിളവ് കിട്ടിയാൽ അതൊരു ബുദ്ധിമുട്ടായി തീരുമ്പോൾ നമ്മുടെ രീതികൾക്ക് എവിടെയോ പിഴയ്ക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ഇടപെടുന്ന, കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി എല്ലാം പ്രോത്സാഹനം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് കൃഷിക്കാരൻ ആഗ്രഹിക്കുന്നു, ഇടപെടുന്നു, ചെയ്യുന്നു, നമ്മൾ പിന്തുണയും പിൻബലവും എല്ലാം കൊടുക്കുന്നു. കൂടുതൽ വിളവ് കിട്ടിക്കഴിയുമ്പോഴേക്കും അത് വല്ലാത്തൊരു പ്രതിസന്ധി തീർക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. അത് കേവലമായ 1-2 വാർത്തകൾ ഉണ്ടാവുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ കൂടുതൽ വിളവ്, ആ കൂടുതൽ വിളവിന്റെ വരുന്ന അടുത്ത പ്രശ്നമായി വരുന്നത് അതിന്റെ സംഭരണത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത പ്രശ്നമാകുന്നു. അങ്ങനെ സംഭരിക്കുമ്പോൾ നമുക്കതിനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണതല്ല, മറ്റൊന്നതായി തരം മാറ്റുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. 4ാമത്തെ കാര്യത്തിൽ നമുക്കതിന്റെ വിപണനവും കൂടി നടക്കേണ്ടതുണ്ട്. ഈ 4 കാര്യങ്ങൾ കൃത്യതയാർന്ന വണ്ണം നടക്കാൻ കഴിഞ്ഞാൽ കൃഷിക്കാരന് അത് വലിയ സഹായകമായി തീരും. അപ്പോൾ കൃഷിക്ക് അവരുടെ ഉൽപ്പന്നത്തിന് ഒരു മാന്യമായ വില ലഭിക്കുന്നതിലൂടെ ഇപ്പൊ സ്വാമിനാഥൻ കമ്മീഷൻ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല, കൃഷിക്കാരന് അവർ മുതൽ മുടക്കുന്നതിന്റെ 50%
വരുമാനം ലഭിക്കണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ. അപ്പൊ അങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ 50% അധിക വരുമാന വർധനവിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഉൽപ്പന്നത്തിന് വിളയ്ക്ക് നല്ല വില ലഭിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഞാൻ കാണുന്നത്: 1 ഉൽപാദനമാണ്, 2 അതിന്റെ സംഭരണമാണ്, 3 അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്, 4 വിപണനമാണ്. ഈ 4 കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രമുഖമായിട്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരുപാട് പുതിയ പുതിയ രീതികളെല്ലാം ഉണ്ട്. ആ പുത്തൻ രീതികളെല്ലാം അനുസരിച്ചിട്ട് നാം കണ്ടെത്തുന്ന ഒരുപാട് ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെ ഒക്കെ ഫലമായി നാം എത്തിച്ചേരുന്ന നിലപാടുകളുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ഒരു സർവകലാശാല തലത്തിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആശയങ്ങളുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന തരത്തിൽ പ്രയോജനപ്രദമാവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിനെ വാണിജ്യവൽക്കരിക്കുന്ന തരത്തിലുള്ള പുത്തൻ സംരംഭങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതാണ് ഈ ഇൻക്യുബേറ്ററിന്റെ, ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഈ പറയുന്നിടത്ത് ഒരു രാസത്വരകമായി പ്രവർത്തിക്കേണ്ടുന്ന ഒന്നാണ്, സഹായകമായി നിൽക്കേണ്ടുന്ന ഒന്നാണ്, ആത്യന്തികമായി കൃഷിക്കാരന് ഗുണഫലം ലഭിക്കേണ്ടുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു സംരംഭകത്വ പരിശീലനമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആണ് സന്തോഷമുണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം. ഇതെല്ലാം ഇതിന്റെ ഗുണഫലങ്ങൾ ചെന്നെത്തുക കർഷകരിലേക്കാണ്. നമുക്ക് വെറുതെ കൃഷിക്കാരൻ ഏറ്റവും പ്രമുഖനാണ്, പ്രമാണിയാണ്, കൃഷിക്കാരനിലേക്ക് ഒന്നുമില്ല എന്നൊക്കെ വെറുതെ ഇങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്ന തരത്തിലേക്ക് അല്ലാതെ ഈ പുതിയ ചിന്താഗതികൾ, പുതിയ ആശയങ്ങൾ, പുതിയ പദ്ധതികൾ, അതിനെയെല്ലാം ഇന്നത്തെ കാലത്തെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ വലിയ കുതിച്ചുചാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് സമന്വയിപ്പിച്ച് നമുക്ക് കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ഭരണകൂടത്തിന്റെ മുമ്പിലുണ്ട്, സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ മുമ്പിലുണ്ട്, ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ മുമ്പിലുണ്ട്. എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അഗ്രി ബിസിനസ് എന്ന് വെറുതെ നമുക്ക് പറഞ്ഞാൽ പോരാ, ആ രംഗത്തേക്ക് പുതിയ രീതികളെല്ലാം കൊണ്ടുവരേണ്ടതുണ്ട്. അതിനാണ് ഇപ്പൊ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു പരിപാടി സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ്. സ്റ്റാർട്ടപ്പുകൾ പറയുന്നുണ്ട്, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ. വളരെ നമ്മുടെ ഈ ന്യൂ ജൻ എന്ന് പറയുന്ന പുതിയ തലമുറ, അവരെ പലതരത്തിലെല്ലാം നമ്മൾ അവരെ അകറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിലും ആ ന്യൂ ജൻ പുതിയ ആശയങ്ങളാണ്, പുതിയ ചിന്തകളാണ് നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. കാർഷിക മേഖലയിലേക്ക് തന്നെ നല്ലവണ്ണം ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. മണ്ണിലേക്ക് ഇറങ്ങി മടിയില്ലാണ്ട് കൃഷി ചെയ്യുന്ന കർഷകരെ കണ്ടുവരുന്ന ഒരാളാണ് ഞാൻ, ചെറുപ്പക്കാരെ. ഈ ന്യൂ ജൻ എന്റെ ചേർത്തലയിലടക്കം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, അവിടുത്തെ മണ്ണിൽ വിരിയിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഈ രംഗത്തേക്ക് മണ്ണിലേക്ക് തന്നെ, എല്ലാവരും നാളെ മണ്ണിലേക്ക് ഇറങ്ങുന്നതല്ല, ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വേറൊരു വിഭാഗത്തെയും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെയാണ് നമ്മളെല്ലാം വിഭാവനം ചെയ്യുന്ന, നിങ്ങൾ ഈ ഇൻക്യുബേറ്ററിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയുന്ന ഈ സംരംഭകത്വം, അവർ പരിശീലനം കൊടുക്കുന്നു, ഇത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നു. ആ സ്റ്റാർട്ടപ്പുകൾ ഇതിനകത്ത് ഓരോ മേഖലയെ സഹായിക്കാൻ എങ്ങനെയാണ് നമുക്ക് സമാഹരണത്തിന്റെ കാര്യത്തിൽ, എങ്ങനെയാണ് മൂല്യവർദ്ധിത ഉൽപാദനത്തിന്റെ കാര്യത്തിനകത്ത്, എങ്ങനെയാണ് വിപണനത്തിന്റെ കാര്യത്തിലെല്ലാം സഹായിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ചേർത്തലയിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് തന്നെ കാർഷിക മേഖലയിൽ പുതുതായി എല്ലാം ഉൽപ്പന്നങ്ങൾ വരുന്നു, കൂടുതലായി വരുന്നു. അപ്പൊ അത് ലോക്ക്ഡൌണിൽ ബുദ്ധിമുട്ട് കഴിയുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിക്കാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഒരു പരിപാടിയാണ് ഒപ്പം എന്ന് പറഞ്ഞിട്ട് അവർ ഓൺലൈനിൽ പൊടുന്നനെ എന്നോണം ഉണ്ടാക്കിയെടുക്കുകയാണ്. മറ്റ് സാധനങ്ങൾ പോലും, കൃഷി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, മറ്റ് സാധനങ്ങൾ കൂടി എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ ആ പഞ്ചായത്തിൽ അങ്ങനെ മാറ്റിയെടുക്കുകയായിരുന്നു. തൊട്ടടുത്ത് മുഹമ്മ എന്ന പഞ്ചായത്തിലാണെങ്കിൽ വനിതകളുടെ ഒരു കൂട്ടായ്മയിലൂടെ സാധനമെല്ലാം വീടുകളിൽ എത്തിക്കുന്ന തരത്തിലേക്ക് അവരതെല്ലാം ഓൺലൈനിൽ തന്നെ ഇതിനെല്ലാം സമാഹരിച്ച് ചെയ്യുകയാണ്. ഇതൊക്കെ ഒരുപാട് വലിയ പിന്തുണയില്ല, പിൻബലമില്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിശാല ചക്രവാളങ്ങളെ കയ്യെത്തിപ്പിടിച്ചിട്ടുള്ളവരൊന്നും എല്ലാവരൊന്നും സാധാരണക്കാരാണ്, ചെറുപ്പക്കാരേറെയുണ്ട്. ഇവരെയെല്ലാം ഇത്തരം രീതികളൊക്കെ ഒന്ന് ആക്സലറേറ്റ് ചെയ്യാൻ ഉപകരിക്കുന്ന തരത്തിൽ ഈ സംരംഭകരുണ്ടായാൽ, സംരംഭകത്വ പരിശീലന പരിപാടിയിലൂടെ നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ അത് നമുക്ക് വളരെ ഗുണകരമായി തീരും. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇതിന്റെ എല്ലാം ഗുണം ലഭിക്കണം. നമ്മൾ ഈ നടത്തുന്ന ചർച്ചയുടെ, ഈ പരിശീലനത്തിന്റെ, ഇത്തരം മീറ്റിങ്ങുകളുടെ എല്ലാം ആത്യന്തികമായ പ്രയോജനം കേരളത്തിന്റെ കാർഷിക ഇടങ്ങളിൽ, കേരളത്തിന്റെ മണ്ണിൽ, കൃഷിക്കാരന്റെ ഇടത്ത് പ്രതിഫലിപ്പിക്കുമ്പോൾ മാത്രമാണ് വിജയിക്കാൻ കഴിയുക. കൃഷി വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കുമ്പോഴും അതിന്റെ ഗുണഫലം മണ്ണിൽ കിട്ടുന്നില്ല എങ്കിൽ, കൃഷിയിടങ്ങളിൽ കിട്ടുന്നില്ല എങ്കിൽ അത് ഒരു ഗുണകരമാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൽ ഇതിന്റെ ഫലം ലഭിക്കാൻ നിൽക്കുന്ന
നമ്മുടെ ഓരോ മണിക്കൂറുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ മണിക്കൂറിന്റെയും ഫലം കാത്തു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് എന്നും അവരാണ് കേരളത്തിലെ കർഷകർ എന്നുള്ളതും ആ കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സഹായമാണ്, അവർക്കുള്ള സംരക്ഷണമാണ് നമ്മിലൂടെ എല്ലാം ഉണ്ടാവേണ്ടതെന്നുള്ള വലിയ ചിന്താഗതിയാണ് എല്ലാവരെയും നയിക്കേണ്ടത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നയിക്കുന്നത് അത് തന്നെയാണ് എന്ന് എനിക്കറിയാം. അനുസരിച്ചുള്ള പദ്ധതികൾ, പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നത് ആണ് നമ്മളെല്ലാം ലക്ഷ്യം വെക്കേണ്ടത്. ആ തരത്തിലാണ് ഞാൻ ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഇപ്പോഴത്തെ ഈ 2020-21 സംരംഭകത്വ പരിശീലന പരിപാടി കാണുന്നത്. ഇവിടെ നിന്ന് കൂടുതൽ നവീനങ്ങളായ ആശയങ്ങൾക്ക് ഉറവയെടുക്കട്ടെ, അതിൽ യാഥാർത്ഥ്യമായി തീരട്ടെ. ആ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിന് അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കാൻ കാർഷിക സർവകലാശാലയ്ക്കാവട്ടെ. ഇത്തരൊരു പരിപാടിയിലൂടെ ഇന്ത്യക്കാകെ മാതൃകയാവുന്നത് ആ പരിപാടിയിൽ ഉണ്ടാവുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ നമുക്ക് ലോകത്തോട് പറയാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അല്പം നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അത്യന്തം പ്രചോദനപ്രദമായ അങ്ങയുടെ വാക്കുകൾക്ക് ഏറെ നന്ദി സർ. ഈ ഔദ്യോഗിക ചടങ്ങിന് ശേഷം RKVY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ പദ്ധതിയുടെയും പരിശീലനത്തിന്റെയും വിശദാംശങ്ങൾ മുഖ്യ ഗവേഷകനായ ഡോക്ടർ KP സുധീർ വിശദീകരിക്കുന്നതാണ്. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജിജു P. അലക്സ് അവർകളെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ അവർകൾ, ഈ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് അവർകൾ, കാർഷിക സർവകലാശാലയുടെ ആരാധ്യനായ വൈസ് ചാൻസലർ ഡോക്ടർ R. ചന്ദ്രബാബു അവർകൾ, ഡോക്ടർ A. സക്കീർ ഹുസൈൻ രജിസ്ട്രാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗവേഷണ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ആസൂത്രണ വിഭാഗത്തിൻ്റെയും മേധാവികൾ, മറ്റ് ഡയറക്ടർമാർ, അഗ്രികൾച്ചർ ഡീൻ, ഫോറസ്ട്രി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് മുതലായിട്ടുള്ള വിഭാഗങ്ങളുടെ ഡീൻമാർ, ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട സംരംഭകരെ, സുഹൃത്തുക്കളെ, വളരെയധികം മനോഹരമായ ഒരു ചടങ്ങ് എന്നിവിടെ അവസാനിക്കുകയാണ്. കേരള കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ RKVY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലെ 3ാം വർഷ ബാച്ചിന്റെ സംരംഭകത്വ പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ബഹുമാനായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവുന്ന തരത്തിൽ മറ്റെല്ലാ മേഖലകളിലും കേരളം മുന്നിൽ നിൽക്കുന്നത് പോലെ ഈ രംഗത്തും നമുക്ക് മുന്നേറാൻ കഴിയുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഇൻക്യുബേഷൻ സെന്ററിലൂടെ നമുക്ക് നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഏവർക്കും ഉള്ളത്. കേരളത്തിൻ്റെ ഉൽപാദന മേഖലയിൽ ഇനി ഉണ്ടാകേണ്ടുന്ന വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു പ്രവർത്തനമായി ഇതിനകം തന്നെ ഈ പരിപാടി മാറിയിട്ടുണ്ട്. ഇത് മറ്റു മേഖലകളിലേക്ക് വ്യാപരിക്കുന്നതോടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പങ്കുവച്ച ആശങ്കകൾ ഒരു വലിയ അളവ് വരെ നമുക്ക് അതിജീവിക്കുന്നതിനും വളരെ കൃത്യമായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് എത്രയും ബഹുമാന്യനായ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒല്ലൂരിൻ്റെ MLA ആണ്. കാർഷിക സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ 5 വർഷത്തിലധികം ആയി ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയാണ്. ഇവിടുത്തെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പങ്കെടുത്തതിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളൊക്കെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കേരളത്തിൻ്റെ പുതിയ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് അവർകളാണ്. അദ്ദേഹം പ്രകൃതിയോടും മനുഷ്യനോടും പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാർഷിക മേഖലയിൽ തികച്ചും നവീനമായ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു.
കാരണം കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് നാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നേടിക്കൊണ്ടിരുന്ന കുതിപ്പ് അത് കൂടുതൽ വികസ്വരമാക്കുന്നതിന്, കൂടുതൽ ഉൽപാദനക്ഷമമാക്കുന്നതിന്, അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മറ്റു മേഖലകളിൽ കൂടുതൽ വരുമാനദായകമാക്കുന്നതിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. തീർച്ചയായും ഞങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും അതിമനോഹരമായി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വരച്ചു കാണിക്കുകയും കേരളത്തിന്റെ കാർഷിക രംഗത്തിന്റെ ഭാവി രൂപരേഖ എന്താണ് എന്നുള്ളത് വളരെ സംക്ഷിപ്തമായി ഇവിടെ പറയുകയും ചെയ്ത ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ യോഗത്തിൽ വിശദാംശങ്ങൾ നമ്മളോട് സൂചിപ്പിച്ചത് ആരാധ്യനായ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു സാറാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ചടുലമായ നേതൃത്വം ഓരോ ദിവസവും ഓരോ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ഇത്തരത്തിലുള്ള ഒരു ഇൻക്യുബേഷൻ സെന്റർ ഇവിടെ ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തതിനും നമ്മളോട് സംസാരിച്ചതിനും എല്ലാവരുടെയും പേരിലുള്ള ഔപചാരികമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞത് ബഹുമാനായ കേരള കാർഷിക സർവകലാശാലയുടെ രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ അവർകളാണ്. സക്കീർ ഹുസൈൻ അവർകളെ ഈ യോഗത്തിൽ പങ്കെടുത്തതിനും ഇതിന്റെ സംഘാടനത്തിൽ നമ്മളോടൊപ്പം നിൽക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തതിന്റെ പേരിലും ഔദ്യോഗികമായും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ നമ്മളോടൊപ്പം തന്നെ പങ്കെടുത്തിട്ടുള്ള കാർഷിക സർവകലാശാലയുടെ വിവിധ ഉദ്യോഗസ്ഥർ പാനലിസ്റ്റുകളായി നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാവുന്നവരുണ്ട്. ഡയറക്ടർ ഓഫ് റിസർച്ച്, ഡയറക്ടർ ഓഫ് പ്ലാനിംഗ്, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, ഡീൻ അഗ്രികൾച്ചർ കോളേജ് വെള്ളായണി, ഡീൻ ഫോറസ്ട്രി, ഡീൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതുപോലെ വിവിധ സ്റ്റേഷനുകളുടെ മേധാവികൾ, ഇവിടുത്തെ എല്ലാ ശാസ്ത്രജ്ഞരും, അതുപോലെ തന്നെ സംരംഭകർ, കർഷക സുഹൃത്തുക്കൾ, ഇവരെല്ലാം ഈ ചടങ്ങിലുണ്ട്. അവരെല്ലാവരും പ്രത്യേകിച്ചും പുതിയ മന്ത്രിയുടെ വാക്കുകൾ ആദ്യമായി കേൾക്കുന്നതിന് വേണ്ടി കൂടിയാണ് മുഴുവൻ കാർഷിക സർവകലാശാല സമൂഹവും ഇവിടെ ഈ വെബെക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഒത്തുചേർന്നിട്ടുള്ളത്. അവരെ ഓരോരുത്തരെയും ഈ സമയത്ത് ഞങ്ങൾക്കുള്ള ഓരോരുത്തരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള ഡോക്ടർ കെ പി സുധീർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെ സാങ്കേതികമായിട്ടുള്ള ചുമതല വഹിക്കുന്ന പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. ആ രംഗത്തെ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ ഇതിന് സാങ്കേതികമായിട്ടുള്ള നേതൃത്വം കൊടുത്ത ഡോക്ടർ സിന്ധുമോൾ, അതുപോലെ തന്നെ മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇതിനുവേണ്ടി സഹായിച്ച മുഴുവൻ സുമനസ്സുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരിക്കൽ കൂടി എല്ലാവരോടും അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. ഈ യോഗം ഞാൻ നിഷ്ക്രമിക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ഡോക്ടർ കെ പി സുധീർ സാറിനെ സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. കാർഷിക മേഖലയിലെ സാങ്കേതിക നേട്ടങ്ങളെയും ഗവേഷണ ഫലങ്ങളെയും വാണിജ്യവൽക്കരിച്ച് സംരംഭമായി മാറ്റിയെടുക്കുന്നതാണ് റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ലക്ഷ്യം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും യോജിച്ച തന്ത്രം ശാസ്ത്രീയമായ ഉൽപാദനവും ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവും അവയുടെ വിപണനവുമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി നൂതന ആശയങ്ങളെ സംരംഭങ്ങളായി വളർത്തിയെടുക്കുകയും അതുവഴി കാർഷിക സാമ്പത്തിക വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഇൻക്യുബേറ്ററിലൂടെ സർവകലാശാല ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ ആശയങ്ങളുമായി കടന്നുവരുന്നവർക്ക് കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേറ്റർ സൗകര്യങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്താനാകും. മാത്രമല്ല, രാജ്യത്താകമാനമുള്ള പ്രമുഖ സാങ്കേതിക സ്ഥാപനങ്ങൾ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളിൽ സംരംഭകർക്ക് പരിശീലനവും ലഭിക്കും. ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും
നമ്മളെടുത്ത് വളരെ കാര്യമായിട്ട് തന്നെ കർഷക സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കർഷകനെ സംരംഭകരാക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചു. കർഷകനെ സംരംഭകരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്രം തന്നെ കേരള കാർഷിക സർവകലാശാലയിൽ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷന്റെ കീഴിൽ കേരള കാർഷിക സർവകലാശാലയിൽ 2019 മുതൽ പ്രവർത്തിച്ചു വരുന്നത്. 2019 മുതൽ ഈ റാഫ്റ്റാർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞ പദ്ധതി നമുക്ക് കിട്ടാൻ കാരണം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപൂർണ സാമ്പത്തിക സഹായത്തോടു കൂടി 2015 മുതൽ കേരള കാർഷിക സർവകലാശാലയിൽ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മൾ ആവിർഭാവം കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം കർഷകർക്ക് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരള കാർഷിക സർവകലാശാലയിൽ റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മളെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ലഭിക്കുന്നത്. ഇതിനോടകം തന്നെ നേരത്തെ ഉദ്ഘാടക പ്രസംഗകനും അതുമായി തന്നെ പ്രാസംഗികനും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും റവന്യൂ മിനിസ്റ്ററും എല്ലാം പറഞ്ഞു. പ്രത്യേകിച്ചും റവന്യൂ മിനിസ്റ്റർ ഇതിന്റെ ഓരോ ഘട്ടത്തിലും ആദ്യത്തെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടും ഉണ്ടായിരുന്നു, അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, അവരുടെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിന്റെ ഓരോ ചടങ്ങുകളിൽ ഓരോ സ്റ്റെപ്സും സാറിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ ഒരു റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്തിനാണെന്നും അതുകൊണ്ട് എത്രമാത്രം കർഷകർക്കും സംരംഭകർക്കും പ്രയോജനപ്പെട്ടു എന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതോടുകൂടി വാല്യൂ അഡീഷൻ, പ്രത്യേകിച്ചും നമ്മൾ ഒരു 80% കേരള കാർഷിക സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംരംഭകത്വം വരുന്നത് 80%-ഓളവും ഏകദേശം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഊന്നിയിട്ടാണ്. പക്ഷെ റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറയുകയാണെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല, കൃഷി മേഖലയിലേക്ക് ഏത് നൂതന സാങ്കേതിക വിദ്യയിലൂടെ കടന്നു വരുന്ന യുവ സംരംഭകർക്കോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ യുവത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന സംരംഭകർക്കും കയറി വരാം. അത് പ്രത്യേകം പറയാൻ കാരണം കഴിഞ്ഞ 2 കൊഹോട്ടിലും അല്ലെങ്കിൽ കഴിഞ്ഞ 2 ബാച്ചുകളിലും 62ഉം 64ഉം വയസ്സായിട്ടുള്ള യുവത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന സംരംഭകർ ഉണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഈ വർഷവും സീനിയർ ആയിട്ടുള്ള മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പ്രായം ഇതിനകത്തൊരു പ്രശ്നമേ അല്ല, അവരുടെ നൂതനത്വമാണ്, അവരുടെ മനസ്സിലുള്ള ആശയങ്ങളുടെ നൂതനത്വവും സംരംഭകത്വ വികസനത്തിനുള്ള സാധ്യതകളും മാത്രമാണ് ഇതിന്റെ ഏറ്റവും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അത് എന്തൊക്കെയാണ് ഈ ഊന്നൽ? നമ്മൾ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ കൃത്യമായിട്ട് പറഞ്ഞു. 2-3 ഘട്ടത്തിലുള്ള സ്ക്രീനിങ്ങുകളാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സ്ക്രീനിങ്ങിന് 4 ഡയറക്ടേഴ്സ്, യൂണിവേഴ്സിറ്റിയിലെ 4 ഡീൻമാര്, അതോടൊപ്പം 4 പ്രൊഫസർ ആൻഡ് ഹെഡുകളായിട്ടുള്ള 4 പേര്, ഇത്രയും അടങ്ങുന്ന ഒരു വൻ ടീമാണ് ആദ്യത്തെ സ്ക്രീനിങ് പ്രോസസ്സ് നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്ക്രീനിങ് പ്രോസസ്സ് നടത്തിയിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO, അതുമാതിരി തന്നെ നമ്മളെ ഇപ്പോൾ സാറ് ഡിജിറ്റൽ വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൂടിയാണ്, IIT കാൺപൂരിലുള്ള പ്രൊഫസർ ഇൻക്യുബേഷൻ ഹെഡിന്റെ ചാർജ്, ഹൈദരാബാദിലുള്ള മാനേജ് ആസ്ഥാനത്ത് അതിന്റെ അവിടുത്തെ ഡയറക്ടർ, പിന്നെ ബാങ്കിങ് സെക്ടറിന്റെ നബാർഡിന്റെ മാനേജർ, അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട്, ഒരു കൃഷി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള എക്സ്പേർട്ട്, അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സബ്ജക്ട് എക്സ്പേർട്സ് സെലക്ട് ചെയ്തിട്ട് ഓരോ സംരംഭകത്വത്തിന്റെയും ആ നൂതന ആശയങ്ങളെ എല്ലാ തലത്തിലും അതിനെ വിലയിരുത്തിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇത്തവണ 370ഓളം അപേക്ഷകൾ കിട്ടിയതിൽ നിന്നും അവസാനം ഏകദേശം 10% നമ്മൾ ഏകദേശം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 38 സംരംഭകരെയാണ് നമ്മൾ ഈ പരിശീലന കളരിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം മറ്റുള്ള അപേക്ഷകളോ മറ്റുള്ള സംരംഭങ്ങളോ മോശമാണെന്നുള്ള ഒരു അർത്ഥവും അവിടെ വരുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് സ്ക്രീനിങ് ചെയ്തിട്ട് നമുക്ക് 40-ൽ താഴെ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ എല്ലാം കിട്ടിയ അപേക്ഷകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതിനകത്ത് ഏറ്റവും നമ്മൾ ഈ RKVY റാഫ്റ്റാർ ഇൻക്യുബേഷൻ പദ്ധതി പ്രകാരം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. നൂതനത്വം, അതുമാതിരി തന്നെ സംരംഭ വികസനത്തിനുള്ള സാധ്യതകൾ, വാണിജ്യവൽക്കരണത്തിനുള്ള സാധ്യതകൾ,
സസ്റ്റൈനബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമായി നമ്മളെ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് പോകുന്ന സംരംഭങ്ങളെ മാത്രമേ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുള്ളൂ. കർഷകർക്ക് എന്തുമാത്രം മെച്ചമുണ്ട്, അത്തരത്തിലുള്ളൊരു സംരംഭം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സംരംഭകർക്ക് എന്തുമാത്രം മെച്ചമുണ്ട്, കർഷക സുഹൃത്തുക്കൾക്ക് എന്തുമാത്രം മെച്ചമുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഓരോ അപേക്ഷകളും നമ്മൾ എടുക്കുന്നത്. ഒരു അപേക്ഷ പോലും നമുക്ക് സംരംഭം കൊടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സഹായം കൊടുക്കാൻ സാധിക്കുന്ന ഒരു അപേക്ഷ പോലും തിരസ്കരിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ കേരള കാർഷിക സർവകലാശാല വിദഗ്ധരും പുറത്തുനിന്നുള്ള വിദഗ്ധരും എല്ലാവരും അതിനകത്ത് കൂടുതൽ സൂക്ഷ്മത കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്ക്രീനിങ് പ്രോസസ്സ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി കേരള കാർഷിക സർവകലാശാലയിൽ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ വഴി കൊടുക്കുന്നത് ഈ റാഫ്റ്റാർ ഇൻക്യുബേഷൻ പ്രോഗ്രാം മാത്രമല്ല. കേരള കാർഷിക സർവകലാശാലയിലുള്ള ഡയറക്ടറേറ്റ് ഗവേഷണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ബിസിനസ് ഇൻക്യുബേറ്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ ഡയറക്ടറേറ്റ് വിജ്ഞാന വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സ്റ്റൻഷൻ സംവിധാനങ്ങളുണ്ട്. ഈ രണ്ട് വിഭാഗത്തിൽ ഊന്നിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള സാങ്കേതികത്വം പ്രോത്സാഹിപ്പിക്കാനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനകത്ത് അഗ്രികൾച്ചർ മിനിസ്ട്രി സെൻട്രൽ അഗ്രികൾച്ചർ മിനിസ്ട്രി എന്ന് വരുന്നുള്ള ഒരു പദ്ധതിയാണ്. അതോടൊപ്പം MSME മിനിസ്ട്രി ഓഫ് MSME കൂടെ കേരള കാർഷിക സർവകലാശാലയ്ക്ക് 100 ലക്ഷത്തിന്റെ ഒരു പുതിയ പദ്ധതി നമുക്ക് ഈയിടെ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് കൂടെ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ പ്രവർത്തനത്തിലുള്ള മതിപ്പ് കൊണ്ട് നമുക്ക് ഒരു 275 ലക്ഷം അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. അതൊരു കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നവുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ബോട്ടിൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാണ് അത്. ഈ സാമ്പത്തിക വർഷം തന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റി കൂടെ കേരള കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് ലഭ്യമാവുന്നതാണ്. ഇനി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞ മാതിരി തന്നെ നിങ്ങളുടെ മനസ്സിൽ സംരംഭകർക്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ കർഷക സുഹൃത്തുക്കൾ ഒരു മനസ്സിലൊരു നൂതനമായിട്ടുള്ള ആശയം ഉണ്ടെങ്കിൽ ആ ആശയവുമായി കേരള കാർഷിക സർവകലാശാലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംരംഭവുമായിട്ട് മടങ്ങിപ്പോവാം. അതാണ് കേരള കാർഷിക സർവകലാശാലയുടെ ബിസിനസ് ഇൻക്യുബേറ്റർ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. നിങ്ങൾ ഒരാശയവുമായിട്ട് ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജീവിതവുമായിട്ട് തിരിച്ചു പോകാം. അപ്പൊ ഇത്തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലൈഫുമായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതവുമായിട്ട് നമുക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമല്ല ഇൻക്യുബേറ്ററുകൾ, കേരള കാർഷിക സർവകലാശാലയിലെ ഏറ്റവും ആദ്യത്തെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ നിലവിൽ വന്നത് കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്, മലപ്പുറത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂർ വന്നു. തിരുവനന്തപുരത്ത് വെള്ളായണി കോളേജിൽ ഒരു ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ പിലിക്കോട് ഒരു ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്. ഈ 4 ബിസിനസ് ഇൻക്യുബേറ്റർ കൂടാതെ കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ നമുക്ക് നിരവധി ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റ് സർക്കാരിന്റെ കീഴിലല്ലാതെ ICR ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CTCRI ട്രിവാൻഡ്രം, അതുമാതിരി തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, CPCRI കാസർഗോഡ്, പ്ലാന്റേഷൻ റിസർച്ച് കാസർഗോഡ്, അതുമാതിരി തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിൻ, ഇവിടങ്ങളിലെല്ലാം ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം നമുക്ക് ബിസിനസ് ഇൻക്യുബേറ്റർ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കാർഷിക സർവകലാശാലയ്ക്ക് വിവിധ വിളകളിലുള്ള ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും അതുമാതിരി വിവിധ വിളകളുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. നേരെ മറിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു മാൻഡേറ്റ് ക്രോപ്പ് ഉണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു വിളയുണ്ട്. ആ വിളയിൽ ഊന്നിയിട്ടുള്ള ഇൻക്യുബേഷൻ സിസ്റ്റമാണ് അവിടെ പോസിബിൾ ആവുള്ളൂ അല്ലെങ്കിൽ അവിടെ ലഭ്യമാകുള്ളൂ. ഇവിടെ കേരള കാർഷിക സർവകലാശാലയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ, ഇപ്പൊ നമ്മുടെ നെല്ല്, അതുമാതിരി നാളികേരം, അതുമാതിരി പഴം, പച്ചക്കറി സംസ്കരണം, ചെറുധാന്യങ്ങൾ, ഇതിനെല്ലാം ഉൾപ്പെട്ട സംരംഭക സാധ്യതകൾക്ക് വേണ്ടിയിട്ട് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന് നമുക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്.
സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട പിന്നെ കൃഷി മന്ത്രി നമ്മളോട് സംസാരിച്ചു. ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറാണല്ലേ, എല്ലാവരും സ്റ്റാർട്ടപ്പിന്റെ പുറകെയാണെന്ന് സാറ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകൾ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 70,000 മേലെ, ഏകദേശം 1,00,000 അടുപ്പിച്ചിട്ടുള്ള പിന്നെ സ്റ്റാർട്ടപ്പുകൾ ഇന്നുണ്ട്. പക്ഷേ ഇത്രയും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെങ്കിലും ഏകദേശം 10% താഴെ മാത്രമാണ് കാർഷിക മേഖലയിലുള്ള അഗ്രി സ്റ്റാർട്ടപ്പുകൾ എന്ന് നിലവിലുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അഗ്രി മേഖലയിൽ, കൃഷി മേഖലയിൽ അല്ലെങ്കിൽ ഭക്ഷ്യ മേഖലയിലുള്ള സംരംഭകത്വ സാധ്യതകൾ കുറവായതുകൊണ്ടാണോ ആളുകൾ സ്റ്റാർട്ടപ്പ് ഈ മേഖലയിൽ വരാത്തത്? കൂടുതൽ പേര് പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് COVID-19 പശ്ചാത്തലത്തിലെല്ലാം നമ്മൾ കണ്ടത് കൂടുതൽ ആളുകൾ കാർഷിക മേഖലയിലേക്ക് കയറി ഇറങ്ങി വരുന്നു. കൂടുതൽ ആളുകൾ കാർഷിക സംരംഭകത്വമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. കൂടുതൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാര്, പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ആളുകൾ കൂടെ കൃഷി വിഭാഗത്തിലേക്കും അല്ലെങ്കിൽ കൃഷി തുടങ്ങാനും അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം തുടങ്ങാനും വേണ്ടി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു കുതിച്ചുചാട്ടമാണ് ഞങ്ങൾ കണ്ടത് ഈ ഒരു പിന്നെ ഈ COVID-19 പശ്ചാത്തലത്തിൽ. നമുക്കറിയാം, ഒരു പിന്നെ ഏരിയ വെച്ച് നോക്കുമ്പോൾ കേരളം സംസ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ ജിയോഗ്രഫിക്കലി കുറച്ച് ചെറിയൊരു ഏരിയ ആണെങ്കിലും കൂടി നമ്മൾ ഒട്ടും സ്റ്റാർട്ടപ്പുകളുടെ കൾച്ചറിൽ നമ്മൾ ഒട്ടും പുറകിലല്ല. നമുക്കറിയാം, നമ്മൾ ഏകദേശം 7ാം സ്ഥാനത്താണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ 7ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് ഈ ഇൻക്യുബേറ്ററുകളുടെ സാധ്യതയിൽ, സ്റ്റാർട്ടപ്പുകളുടെ കൾച്ചറിലും. അപ്പൊ ഈ ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. കൃഷി മേഖലയിലുള്ള സംരംഭം നമുക്ക് ഇപ്പോഴും 10% താഴെയാണ് എന്നുള്ളതാണ് ഞാൻ അത് കാണിക്കുന്ന സ്ക്രീനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പോ ഈ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുകളും എല്ലാം ഊന്നൽ കൊടുക്കുന്നത് അസംഘടിത മേഖലയിലുള്ള ഈ സംരംഭകരെ നമ്മൾക്ക് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ഇൻക്യുബേറ്ററുകളെല്ലാം നമ്മൾ നിലവിലുള്ളത്. എന്ന് വെച്ചാൽ ഇവർക്ക് കൂടുതൽ ടെക്നോളജിക്കലായിട്ട് ശാക്തീകരിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടി, അവരുടെ മാനേജ്മെന്റ് സ്കില്ല് കൂട്ടി, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, നൂതനമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൊടുത്ത് ഇവരെ എല്ലാം നമ്മൾ അൺഓർഗനൈസ് സെക്ടറിൽ നിന്ന് ഓർഗനൈസ് സെക്ടറിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ മുഴുവനും, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മുഴുവനും ഫോക്കസ് ചെയ്യുന്നത് ഈ അസംഘടിത മേഖലയിലും അല്ലെങ്കിൽ അൺഓർഗനൈസ് സെക്ടറിലുള്ള എല്ലാ സംരംഭക സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ കർഷക സുഹൃത്തുക്കളെയും ഓർഗനൈസ് സെക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഫാർമേഴ്സിന്റെ കൂട്ടായ്മകൾ, നമ്മുടെ FPO സംഘങ്ങൾ, കർഷകരുടെ സംഘങ്ങളെല്ലാം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബാർഗെയിനിങ് പവർ ഈ കർഷകൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാർഗെയിനിങ് പവർ കർഷകൻ ഉണ്ടാക്കുമ്പോൾ കർഷകരൊരു കൂട്ടായ്മയാണ് അല്ലെ. കർഷകരൊരു കൂട്ടായ്മ വരുമ്പോൾ അവർക്ക് റിസ്ക് എടുക്കാൻ സാധ്യത കൂടുതലാണ്. കൂടുതൽ നൂതനമായിട്ടുള്ള സംരംഭങ്ങളും അതിനുള്ള മെഷീനറീസും കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും വരികയാണ്. അപ്പൊ അത്തരത്തില് അവരെ ശാക്തീകരിച്ച് സംരംഭകരെ നമ്മൾ ഓർഗനൈസ് സെക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രായോഗിക പരിശീലന കളരി മാത്രമല്ല. നമുക്കറിയാം, എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രായോഗിക പരിശീലന കളരിയാണ് അല്ലെ. ആ കളരിയിൽ മാത്രം നിർത്തുന്നില്ല. അവരോട് ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവരൊരു സംരംഭം തുടങ്ങുമ്പോൾ, അല്ലാതെ അവരൊരു സംരംഭം തുടങ്ങാനായിട്ട് അങ്ങ് നമ്മൾ സമൂഹത്തിലേക്ക് അങ്ങ് ഇറങ്ങി വിടുകയല്ല, അവരെ തള്ളി വിടുകയല്ല. അവർക്ക് വേണ്ട ഒരു കൈസഹായം ഏത് നിമിഷവും കൊടുക്കുന്ന സപ്പോർട്ടിംഗ് മെക്കാനിസമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ കൂടെ കൊടുക്കുന്നത്. അവർക്ക് ഒരു സാങ്കേതിക വിദ്യയാണോ വേണ്ടത്, അവരുടെ മാർക്കറ്റിംഗ് വിദ്യയാണോ വേണ്ടത്, പാക്കേജിംഗ് സംവിധാനമാണോ വേണ്ടത്, അങ്ങനെ നിരവധി ഒരു സംരംഭ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സംരംഭക സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കർഷക സുഹൃത്തുക്കൾക്ക് നിരവധി ചോദ്യങ്ങളാണ് അവന്റെ മുന്നിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നിലുള്ളത്. അത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഒരു അത്താണിയാണ് കേരള കാർഷിക സർവകലാശാലയിലുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ യൂണിറ്റ്. ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞു, ഒരു റാഫ്റ്റാർ പദ്ധതി മാത്രമല്ല ഇന്നിവിടെ നടന്നത്. റാഫ്റ്റാറിന്റെ തന്നെ 3ാം ബാച്ചിന്റെ ഒരു ട്രെയിനിങ് ആണ് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഈ റാഫ്റ്റാർ പദ്ധതിക്ക് പുറമെ നിരവധി ഈ സംരംഭകത്വ സാധ്യതകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒന്ന് മാത്രമാണ് RKVY റാഫ്റ്റാർ. പിന്നെ ഉള്ളത് നാളികേരത്തിന്റെ സെക്കൻഡറി അഗ്രികൾച്ചർ അല്ലെങ്കിൽ നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മാത്രം അല്ലെങ്കിൽ അത് പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ വേൾഡ് ബാങ്ക് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട്. കാസ്റ്റ് ഫണ്ടഡ് പ്രോജക്റ്റ് ആണ് അത്. നോളജ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഓൺ കോക്കനട്ട് ബേസ്ഡ് സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നാളികേരവുമായിട്ടുള്ള അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള വേൾഡ് ബാങ്കിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. അത് 25 കോടിയുടെ അടുത്തുള്ള പദ്ധതിയാണ്. അത് കേരള കാർഷിക സർവകലാശാലയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയ മറ്റൊരു പ്രോജക്റ്റ് ആണ്.
മറ്റ് 2 പ്രോജക്റ്റാണ്. ഒന്ന് മിനിസ്ട്രി ഓഫ് MSMEയുടെ പ്രോജക്റ്റ് ആണ് ആസ്പയർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അതും ഈ പറഞ്ഞ മാതിരി സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള സ്ത്രീ സംരംഭകരാണെങ്കിലും അതല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റുള്ള സംരംഭകരാണെങ്കിലും ഈ മേഖലയിലേക്ക് കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു സ്കീമാണ് ആസ്പയർ എന്ന് പറഞ്ഞ സ്കീം. എ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ ആൻഡ് റൂറൽ ഇൻഡസ്ട്രി ആൻഡ് ഓൺടർപ്രീനർഷിപ്പ് എന്ന് പറയും. അപ്പൊ അത് ഈ മേഖലയിലുള്ള എല്ലാ ആളുകളെയും, സുഹൃത്തുക്കളെയും, അല്ലെങ്കിൽ കർഷക സുഹൃത്തുക്കളെയും കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു പുതിയൊരു സ്കീമാണ് മിനിസ്ട്രി ഓഫ് MSMEയുടെ. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രമാണ് നമുക്കത് കിട്ടിയത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടിയ പുതിയ ഒരു പദ്ധതിയാണ് 275 ലക്ഷം സാമ്പത്തിക സഹായം കേരള കാർഷിക സർവകലാശാലയിലേക്ക് കിട്ടിയ PMFME ODOP പദ്ധതി എന്ന് പറയും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം. അത് ഗവേഷണ വിഭാഗം മേധാവി ഡയറക്ടർ ഓഫ് റിസർച്ചിന്റെ കീഴിലാണ് ഈ 275 ലക്ഷം. പിന്നെ മാത്രമല്ല അതിന്റെ കൂടെ ഒരു 50 ലക്ഷം വേറെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 325 ലക്ഷത്തോളം രൂപ കിട്ടുന്ന ഒരു സാമ്പത്തിക പ്രോഗ്രാമാണ് ഈ ODOP അല്ലെങ്കിൽ PMFME സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്നുള്ള പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ്. അത് ഓരോ ജില്ലയിലും ഒരു ഉൽപ്പന്നത്തിന് അതിൽ ഊന്നിയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിനു വേണ്ടിയുള്ള സംരംഭക സാധ്യതകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴപ്പഴത്തിൽ നിന്നും ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കാണ്. തൃശ്ശൂരും ആലപ്പുഴയും ആണെങ്കിൽ അരിയിൽ നിന്നുണ്ടാകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ്. അപ്പൊ അതിന് ഏകദേശം 10 ലക്ഷം, ചെറിയ സംരംഭങ്ങൾക്കെല്ലാം 10 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം. വലിയ പദ്ധതികളാണെങ്കിൽ 35% നമുക്ക് സാമ്പത്തിക പദ്ധതി തരുന്ന ഒരു നൂതനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ODOP പദ്ധതി. അതിനും കേരള കാർഷിക സർവകലാശാലയാണ് ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് നൽകി വരുന്നത്. ഏതൊരു സംരംഭകനും ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു സംരംഭം തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഏത് മേഖലയിൽ നമ്മൾ തുടങ്ങണം എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് എന്താണോ സൊസൈറ്റിയിൽ ഒരു ലാക്യൂൺ ഉള്ളത്, എവിടെയാണ് കുറവുള്ളത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ പുതിയ സംരംഭം തുടങ്ങേണ്ടത്. അപ്പൊ നമ്മളുടെ സംരംഭത്തിന് ഒരു പുതിയതായിട്ടുള്ള ഒരു നൂതനത്വം വേണം, അല്ലെ? നമ്മൾ USP എന്ന് പറയും, യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിസ്റ്റം നമ്മളുടെ ആ ഒരു ആവശ്യകത ആ പ്രോജക്റ്റിന് വേണം. എന്നിരുന്നാൽ മാത്രമാണ് അതിനൊരു മാർക്കറ്റിൽ ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ. അതുമാതിരി തന്നെ അതിന് ഫണ്ട് ചെയ്യാനുള്ള ഒരു സംരംഭകനുണ്ട്. ഇപ്പൊ ബാങ്കിങ് മേഖല നമ്മൾ എല്ലാ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നമ്മളുടെ സംരംഭത്തിന് മാത്രമായിട്ടുള്ള ഒരു യുണീക്നെസ് വേണം, അല്ലെ? അതിന് മാത്രമായിട്ടുള്ള ഒരു പുതുമ വേണം. ആ പുതുമയാണ് നമ്മളുടെ സംരംഭകരെ കാണേണ്ടത്. ഈ സംരംഭം നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുകൊണ്ട് വാങ്ങിക്കണം, നമ്മൾ തുടങ്ങുന്ന ആ സംരംഭകന്റെ ഉൽപ്പന്നം എന്തുകൊണ്ട് വാങ്ങിക്കണം എന്നുള്ളതിന്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഏതൊരു സംരംഭകന്റെ മനസ്സിലുണ്ടാവും. അതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത ചോദ്യമുണ്ട്, ഇതിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ പോവാനുള്ള സ്കോപ്പ് ഉണ്ടോ? ഇത് കൂടുതൽ സൊസൈറ്റിയിലുള്ള എല്ലാ സെഗ്മെന്റ്സിനും ഇത് ആവശ്യമുണ്ടോ? സൊസൈറ്റിയിലുള്ള എല്ലാ വിഭാഗം ഗ്രൂപ്പുകൾക്കും ഇത് ആവശ്യമുണ്ടോ? എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ, പ്രായക്കാർക്ക് ആവശ്യമുണ്ടോ, ചെറുപ്പക്കാർക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള ആളുകൾക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമാണോ ആവശ്യം? അപ്പോൾ എല്ലാ തരത്തിലുള്ള ഉപഭോക്താക്കൾക്കും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംരംഭം വിജയിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് സംരംഭകൻ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റെഗുലേറ്ററി കംപ്ലയൻസ്. നമ്മൾ ഫുഡ് മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ബില്ലാണെങ്കിലും മറ്റുള്ള എല്ലാവിധ റെഗുലേറ്ററി കംപ്ലൈൻമെന്റും നമ്മൾ നടത്തുന്നതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. അതുമാതിരി തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ വേണം. എല്ലാവരും സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ സപ്ലൈ ചെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷ്യ സംസ്കരണ മേഖലയിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഡസ്ട്രിയാണ്, അല്ലെ? ആ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുമായിട്ടും ഒരു ലിങ്ക് വേണം. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്ന ആളുകളാരോ അവരുമായിട്ടും ലിങ്ക് വേണം. അതല്ലാതെ നമ്മളെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ നമ്മളൊരു ജാം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ഒരു വാക്വം ഫ്രൈഡ് ചിപ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പൊ നമുക്ക് ആ ചക്ക തരുന്നോ അല്ലെങ്കിൽ കായ തരുന്ന ആളുകളുമായിട്ടുള്ള മാത്രമുള്ള ഒരു ബന്ധമാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല. അതിലേക്കുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്യുന്ന കർഷകർക്ക് കൂട്ടായ്മകളുമായിട്ട് ബന്ധം വേണം. പാക്കേജിങ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരുമായിട്ട് ബന്ധം വേണം. അതിനകത്തേക്കുള്ള ഷുഗർ, അതുമാതിരി തന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്യുന്നവരായിട്ടുള്ള ബന്ധം വേണം. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ അതിലേക്ക് റോ മെറ്റീരിയൽ, മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഇപ്പോൾ ചക്കയാണെങ്കിൽ ചക്ക, അത് ത്രൂ ഔട്ട് ദ സീസൺ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ മാക്സിമം നമുക്ക് ഓരോ മേഖലയെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ ഞാൻ പറഞ്ഞു, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു കർഷക സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വെച്ചാൽ പ്രായോഗിക പരിശീലന കളരി മാത്രമല്ല, ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ഒരു DPR ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, അങ്ങനത്തെ നിരവധി കൃത്യങ്ങളാണ് കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ നൽകി വന്നിരുന്നത്. ഇപ്പോ ഈ റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് അവർക്ക് സാമ്പത്തിക സഹായം കൂടെ നമുക്ക് നൽകാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ നോവൽ ആശയമുള്ള ആളുകൾക്ക് 5 ലക്ഷം രൂപ വരെയും, ആ ആശയം ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഉള്ള ആളുകൾക്ക് 25 ലക്ഷം വരെ സാമ്പത്തിക സഹായം കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ കൂടെ നൽകി വരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുഴുവനും പ്രാവർത്തീകരിക്കുന്ന ഒരു സംവിധാനമാണ് കാർഷിക അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. അപ്പൊ ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ വരുന്ന ആളുകളുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫാർമേഴ്സ് വരുന്നു, സ്റ്റാർട്ടപ്സ് വരുന്നു, FPOs വരുന്നു. അതുമാതിരി തന്നെ അവർ കഴിഞ്ഞു പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ അവർ കമ്പനി തുടങ്ങുന്നത് സ്റ്റാർട്ടപ്പുകളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്, പാർട്ട്ണർഷിപ്പ് കമ്പനികളായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായി. അപ്പോൾ നിരവധി വരുന്ന ആളുകളുടെ ക്രോസ് സെക്ഷൻ കാണിച്ചു. അതുമാതിരി തന്നെ മാറി പോകുന്നതും നിരവധി സംരംഭകരായിട്ട് മാറ്റിയിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ ഇനി നൂതനമായിട്ടുള്ള നമ്മൾ സാധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഡക്ട്സിന് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് നിങ്ങൾക്ക് വരണമെന്നില്ല. അതിന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ജാമോ അല്ലെങ്കിൽ ജെല്ലിയോ അല്ലെങ്കിൽ സ്ക്വാഷോ അച്ചാറുകളോ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് നിങ്ങൾക്ക് ഇത്രയും ദൂരം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതിനെല്ലാം ജില്ലാടിസ്ഥാനത്തിൽ ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. ആ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളെല്ലാം അത്തരത്തിലുള്ള നമ്മളെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതിന് വേണ്ട പരിശീലന കളരി നൽകുവാനും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും എക്യുപ്ഡ് ആണ്. എല്ലാ യന്ത്ര സാമഗ്രികളും അവിടെ ഉണ്ട്. പക്ഷെ നൂതനമായിട്ടുള്ള ആശയങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും അതിനുള്ള സ്കോപ്പ് ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നൂതനമായിട്ടുള്ള ആശയങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ആ നൂതനമായിട്ടുള്ള ആശയങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു ചെറിയ ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ 3D ഫുഡ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ള ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള ഒരു സാധനം 3D ഫുഡ് പ്രിന്റിംഗ്. നമ്മൾ 3D പ്രിന്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നോൺ ഫുഡ് ഐറ്റത്തിലാണ് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ ആ മെഷീൻ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ അതിന്റെ മോഡലെല്ലാം നമ്മൾ 3D ഫുഡ് പ്രിന്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ 3D പ്രിന്റിംഗ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള മെഷീൻ നമ്മൾ ഉണ്ടാക്കും. അതുമാതിരി നമ്മൾ 3D ഫുഡ് പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയും കൂടെ ഈ മേഖലയിലുള്ള ഒരു ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. അപ്പൊ അതിനകത്തുള്ള പ്രിന്റിംഗ് ഇങ്ക് നമ്മളിപ്പോൾ മഷി നിറച്ചിട്ടാണ് നമ്മൾ പെൻ എഴുതുന്നത്. അതുമാതിരി തന്നെ 3D ഫുഡ് പ്രിന്റിങ്ങിനകത്തുള്ള ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം കൊണ്ടാണോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ വെയിറ്റ്, അതിന്റെ ന്യൂട്രീഷ്യസ് കമ്പോണന്റ് കൃത്യമായിട്ട് നമുക്ക് അളന്ന് തൂക്കി ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അത് പ്രത്യേകിച്ചും നമ്മൾ ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ അവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനം നമ്മൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ വെയിറ്റ് കൂടാനും പാടില്ല, അപ്പൊ വെയിറ്റ് നോക്കണം. അതുമാതിരി തന്നെ ന്യൂട്രീഷ്യസ് ഫാക്ടേഴ്സ് നോക്കണം. അതുമാതിരി തന്നെ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും തന്നെ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്പിൽ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആകർഷണീയത്വം തോന്നുന്ന രീതിയിലുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാം. അതേസമയം ആകർഷണീയതയും വേണം, അതിന്റെ കൂടുതൽ ആ കുട്ടിക്ക് വേണ്ട വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വേണം. അത് മുഴുവൻ കൃത്യമായിട്ട് പ്രിസിഷനായിട്ട് ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ് 3D ഫുഡ് പ്രിന്റിംഗ്. അതിനുള്ള സാങ്കേതിക വിദ്യ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലുണ്ട്. അതുപോലെ തന്നെ വാക്യൂം ഫ്രൈയിങ് സാങ്കേതിക വിദ്യ നമ്മളുടെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ നമ്മളുടെ രജിസ്ട്രാർ പറഞ്ഞു. നമ്മളുടെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷനും നിങ്ങളടുത്ത് സംസാരിച്ചു കഴിഞ്ഞു. കേരള കാർഷിക സർവകലാശാലയിലൂടെ വാക്യൂം ഫ്രൈയിങ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എണ്ണ കുറച്ച് ആ എണ്ണ ഏകദേശം 70 തവണയോളം ഉപയോഗിക്കാൻ പറ്റുന്ന, പുനരുപയോഗിക്കാൻ പറ്റുന്ന എണ്ണ. നമുക്കറിയാം നമ്മൾ റോഡ് സൈഡിലൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആ എണ്ണ അവർ എത്രമാത്രം ദിവസങ്ങളോളം ഉപയോഗിക്കും, അല്ലെങ്കിൽ ആഴ്ചകളോളം ഉപയോഗിക്കും, അല്ലെങ്കിൽ മാസങ്ങളോളം ഉപയോഗിക്കും. ആ സമയത്തെല്ലാം കാർസിനോജനിക് ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന അക്രലമൈഡ് പോലുള്ള കമ്പോണൻസ് അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അത്തരം
കമ്പോണൻസ് ഒന്നും ഉണ്ടാവാതെ പുകയുന്ന ഊഷ്മാവ് കുറച്ച്, സാധാരണ നമ്മൾ 180 ഡിഗ്രി ഊഷ്മാവിൽ വറുത്തെടുക്കുന്നതിന് പകരം ഇവിടെ 90 ഡിഗ്രിയിൽ നമ്മൾ വറുത്തെടുക്കുന്നത് കൊണ്ട് ആ എണ്ണയിലുള്ള ഒരിക്കലും അത് പുകയുന്ന ഊഷ്മാവാവാതെ ആ എണ്ണ നമുക്ക് കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ നല്ലൊരു സൊസൈറ്റി, ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ നമ്മൾ ഊന്നൽ നൽകുന്നത്. മാത്രമല്ല പാരിസ്ഥിതികമായി ഒരു ദോഷവും വരാത്ത രീതിയിലുള്ള ടെക്നോളജിക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും നമ്മൾക്ക് എന്താ പറയുക, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു സംരംഭം തുടങ്ങി നമ്മുടെ പരിസ്ഥിതിയെ കംപ്ലീറ്റ് തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനത്തിനും ഒരു സംരംഭത്തിനും കേരള കാർഷിക സർവകലാശാല നമ്മൾ ഊന്നൽ നൽകുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ പരിപോഷിപ്പിക്കാനും പോരില്ല. പിന്നെ മറ്റുള്ളൊരു ടെക്നോളജിയാണ് നമ്മൾ റെഡി ടു ഈറ്റ് കുക്ക് പ്രോഡക്ട്സ്. നമ്മളെ കുർക്കൂറേമാരത്തെ ഹോട്ട് എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ്, നമ്മളെ നാടൻ ഉൽപ്പന്നങ്ങളിൽ ഊന്നിയിട്ടുള്ള ഹോട്ട് എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മളെ ഞവര അരി, അതുമാതിരി തന്നെ നേന്ത്രക്കായ, കുന്നങ്കായ, അല്ലെങ്കിൽ പിന്നെ മില്ലറ്റ്, നമുക്കറിയാം നമ്മളെ ചെറുധാന്യങ്ങൾ, ഇതിലൊക്കെ ഊന്നിയിട്ടുള്ള നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള റെഡി ടു ഈറ്റ് സ്നാക്സ്. നമുക്കറിയാം നമ്മളെ കുട്ടികൾ മുഴുവൻ അത്തരത്തിലുള്ള ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾക്ക് പുറകെയാണ്. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ മൈദ പോലുള്ള സാധനങ്ങളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി പാസ്റ്റാസ്, നൂഡിൽസ് എല്ലാം ഇത്തരത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള കൂട്ടിലൂടെ കേരള കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ ഊന്നിയിട്ടുള്ള ഒരു ടെക്നോളജികളാണ് കേരള കാർഷിക സർവകലാശാലയുടെ നമ്മൾ പകർന്നു നൽകുന്നത്. അതുമാതിരി മൈക്രോ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി, നമ്മളുടെ ഫ്രൂട്ട് ജ്യൂസ്, സ്പൈസസിന്റെ എല്ലാം സത്തെടുത്ത് ആ സത്തിനെ നമ്മളുടെ അന്നജത്തിന്റെ ഒരു ആവരണത്തിന്റെ ഉള്ളിൽ ആക്കുന്ന ടെക്നോളജിയാണ്. എന്ന് വെച്ചാൽ മൈക്രോ എൻകാപ്സുലേഷൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, പക്ഷെ നമ്മളുടെ വേണ്ട സത്തിനെ അതിന്റെ കവർ ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴാണോ ഈ സത്തിന്റെ അല്ലെങ്കിൽ ഈ മണവും ഗുണവും പുറത്തേക്ക് റിലീസ് ചെയ്യേണ്ടത്, ആ സമയത്ത് മാത്രം അത് പുറത്തേക്ക് വരുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പൊ അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം കേരള കാർഷിക സർവകലാശാല നേടിയെടുത്തിട്ടുണ്ട്. അത് വിവിധ ടെക്നോളജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. റിട്ടോർട്ട് പോച്ച് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനമാണ്. നമ്മളെ നാടൻ ഉൽപ്പന്നങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ വീട്ടമ്മമാരുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിന് സാധാരണ 1 or 2 ദിവസം മാത്രമാണ് നമുക്ക് സൂക്ഷിയിരിപ്പ് സമയം. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ 6 മുതൽ 9 മാസം വരെ, ചിലപ്പോൾ 1 വർഷം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് റിട്ടോർട്ട് പോച്ച് പാക്കേജിംഗ് ടെക്നോളജി. നമ്മൾ പറയും രാമശ്ശേരി ഇഡ്ഡലി, ചക്കട തോരൻ, കപ്പക്കറി, ഇതെല്ലാം നമുക്കിപ്പോൾ കപ്പ ഫിഷ് കറി നമുക്ക് എല്ലാവർക്കും അറിയാം, കപ്പ മീൻകറി കറി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാനും പറ്റില്ല, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്കെല്ലാം അവർക്ക് വേണ്ട ട്രഡീഷണൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിലുള്ള റിട്ടോർട്ട് പോച്ച് പാക്കേജിംഗ് സാങ്കേതിക വിദ്യ വഴി നമുക്ക് ഷെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അമ്പലപ്പുഴ പാൽപ്പായസം, അല്ലെങ്കിൽ നമുക്ക് പരിപ്പ് പ്രഥമൻ, നമുക്ക് അങ്ങനെ അവിയല്, ഓലൻ, ഇത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള കേരളത്തിന്റെ സംസ്കാരത്തിൽ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ ഇത്തരത്തിലുള്ള പാക്കറ്റിന്റെ ഉള്ളിൽ റിട്ടോർട്ട് പോച്ച് പാക്കേജിംഗ് സാങ്കേതിക വിദ്യ വഴി 1 വർഷം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ടെക്നോളജി കേരള കാർഷിക സർവകലാശാലയിൽ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഇന്റർമീഡിയറ്റ് ഡ്രൈ ഫ്രൂട്ട്സ്. നമുക്കറിയാം ഏതൊരു മാളിൽ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതിന്റെ കളറും ഗുണവും ടെക്സ്ചറും എല്ലാം നിലനിർത്തിയിട്ട് ഉണ്ടാക്കുന്ന വാക്വം ഇംപ്രിഗ്നേഷൻ എന്ന് പറഞ്ഞുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ പഞ്ചസാര ലായനിയിൽ 7-8 മണിക്കൂറും ഇട്ട് വെക്കുന്നതിന് പകരം നമുക്ക് 10 മിനിറ്റിൽ താഴെ നമുക്ക് ആ പ്രോസസ്സ് തീർക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വാക്വം ഇംപ്രിഗ്നേഷൻ ടെക്നോളജി. അപ്പൊ ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജികൾ നിരവധിയുണ്ട്. കൂടുതൽ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞ് നിങ്ങൾ കാർഷിക സർവകലാശാലയിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മൾ തരുന്നതാണ്. അതുമാതിരി തന്നെ ബനാന, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ചും നമ്മളെ കാർഷിക സർവകലാശാല ഭരണസമിതി അംഗം കൂടിയാണ്. സാറിന് ഇവിടുത്തെ കൃത്യമായിട്ടുള്ള കേരള കാർഷിക സർവകലാശാലയിലെ ഓരോ പൾസും അറിയാം. അപ്പൊ ഈ ബനാന റിസർച്ച് സ്റ്റേഷനിൽ നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബനാന റിസർച്ച് സ്റ്റേഷനിൽ മാത്രമല്ല, നമ്മളെ വാഴ ഗവേഷണ കേന്ദ്രത്തിലും അതുമാതിരി തന്നെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലും നിരവധി, അതുമാതിരി തന്നെ കാർഷിക കോളേജ് വെള്ളായനി, ഇവിടെ എല്ലാം ബനാനയിലും അല്ലെങ്കിൽ വാഴപ്പഴത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഉപോൽപ്പന്നങ്ങളും നിരവധിയാണ്. അത് മുഴുവനും സാങ്കേതിക വിദ്യ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വിവിധ സംരംഭകർക്ക് കൈമാറ്റം ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വാക്വം ഫ്രൈഡ് ബനാന ചിപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാക്വം ഫ്രൈഡ് ബനാന ചിപ്സ് എന്ന് പറയുകയാണെങ്കിൽ വാക്വം ഫ്രൈഡ് പഴുത്ത പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ചിപ്സ് മഞ്ഞ കളറിൽ നിൽക്കും. നിങ്ങൾക്ക് സ്ലൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. അത് പച്ചക്കായയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചിപ്സ് അല്ല, പഴുത്ത കായയിൽ നിന്ന് ഉണ്ടാക്കുമ്പോഴും ആ മഞ്ഞ കളർ നമുക്ക് നിലനിർത്താനാവും. അത്
ഊഷ്മാവ് കുറഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. അതുമാതിരി തന്നെ എണ്ണ ഭയങ്കരമായിട്ട് കുറവാണ്. എന്ന് വെച്ചാൽ സാധാരണ 25% എണ്ണ ഉണ്ടാവും സാധാരണ ചിപ്സിൽ, ഇതിനകത്ത് 10% താഴെയാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കും നമുക്ക് ആ കുറച്ച് ചിപ്സ് ഒക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പൊ അത്തരത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നിരവധി ഉൽപ്പന്നങ്ങളാണ് കേരള കാർഷിക സർവകലാശാല ഉണ്ടായി. അപ്പോൾ ബനാനയിൽ നിന്നും നമ്മൾ വാഴപ്പഴത്തിൽ നിന്നും പറയുകയാണെങ്കിൽ അതിന്റെ പിണ്ടി ജ്യൂസ്, അതിന്റെ കണ്ട, അതിന്റെ കൂമ്പ് എല്ലാം കൂടുതൽ നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന നിരവധി ടെക്നോളജികൾ കേരള കാർഷിക സർവകലാശാല ആവിഷ്കരിച്ചെടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. പഴുത്ത കായയുടെ ചിപ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബ്രൗൺ കളറിലായിട്ട് മാറും അല്ലെ, സാധാരണ രീതിയിൽ വറുത്തെടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ മഞ്ഞ കളറിൽ നമുക്ക് വാക്വം ഫ്രൈങ് ചെയ്യുമ്പോൾ ആ സ്വർണ്ണ വർണ്ണ കളറിൽ നമുക്ക് കിട്ടും. അപ്പൊ അത്രയും അട്രാക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിപ്സാണ് വാക്വം ഫ്രൈങ് സാങ്കേതിക വിദ്യ. അതുമാതിരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നാളികേരത്തിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഏകദേശം 25 കോടിയുടെ ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കേരള കർഷകരെ പ്രത്യേകിച്ചും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു പദ്ധതിയാണ്. അവർക്ക് വേണ്ട അതുമാതിരി കേരള കർഷകരുമായിട്ട് ബന്ധപ്പെട്ട FPOs ഫോം ചെയ്യാൻ, അതുമാതിരി അവരുടെ ഇൻകം എങ്ങനെ കൂട്ടാം എന്നുള്ളത്, അവരുടെ മാർക്കറ്റ് ഇന്റലിജൻസ്, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ഒരു പ്രോജക്റ്റിൽ കൂടെ നമ്മൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ള സഹായിക്കാനും കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ കൂടെ നമ്മൾ ചെയ്യുന്നു. അതുമാതിരി നീര ഉൽപ്പന്നങ്ങൾ, അതുമാതിരി തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യ, കോക്കനട്ട് ചിപ്സ്, നാറ്റ ഡി കോക്കോ പോലുള്ള സാങ്കേതിക വിദ്യ, ഇത്തരത്തിലുള്ള നിരവധി, അതുമാതിരി ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഇങ്ങനെ നിരവധി സാധ്യതകളാണ് തെങ്ങിൻ തടിയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ. തെങ്ങിൻ തടിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോളേജ് ഓഫ് ഫോറസ്ട്രി, ഞങ്ങളുടെ ഫോറസ്ട്രി കോളേജിൽ തന്നെ അതിന് സെപ്പറേറ്റ് വിഭാഗമുണ്ട്. അപ്പൊ ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, അതല്ലാതുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യയ്ക്കും കേരള കാർഷിക സർവകലാശാലയിൽ വിവിധ കോളേജുകളിൽ വിവിധ സംരംഭങ്ങളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഇതിനു വേണ്ടി കേരള സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷക സുഹൃത്തുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ സെഗ്മെന്റാണുള്ളത്. ചക്കയിൽ നിന്നും ഉണ്ടാക്കുന്ന നൂതനമായിട്ടുള്ള പ്രോഡക്റ്റ്, വാക്വം ഫ്രൈഡ് ചക്കകൾ, അതുമായി തന്നെ ചക്കയുടെ നൂഡിൽസ്, ഇതെല്ലാം നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നിരവധി ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സംരംഭകന്റെ ഒരു കണ്ടുപിടുത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലുള്ള ഒരു സംരംഭകൻ നമ്മൾ ബർഗർ പെട്ടീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു മീറ്റ് അനലോഗ് എന്ന് വെച്ചാൽ ഇറച്ചിക്ക് ബദലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു സംരംഭകന്റെ ഒരു ഉൽപ്പന്നമാണിത്. അപ്പോൾ നമ്മൾ അവരുടെ പാക്കിംഗ് സംവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുമാതിരി ജാക്ക് ബാർബിക്യൂ എന്ന് വെച്ചാൽ ബാർബിക്യൂ പോലുള്ള സാധനങ്ങൾ വരെ ചക്കയിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുമാതിരി ബർഗർ പേട്ടീസ്. അപ്പൊ ഇത് പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ആയിട്ട് മാറുന്ന ആളുകളുണ്ട്. അപ്പൊ ചിക്കൻ്റെ അല്ലെങ്കിൽ മീറ്റിന്റെ ഇറച്ചിയുടെ അതേ ടെക്സ്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നൂതനമായിട്ടുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാക്വം ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ടാണ് ഈ കാണിച്ചത്. ഇത് പഴുത്ത ചക്കയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചിപ്സ് ആണത്. ആ മഞ്ഞ കളറ് നിലനിർത്തിയിട്ട് നമുക്ക് അതിന്റെ ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ ചില്ലിന്റെ മാതിരി പുട്ടിക്ക് അത്രയും ക്രിസ്പായിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് ഈ വാക്വം ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ പാക്കറ്റ് നിർത്തിയിട്ട് നിങ്ങൾ തീർക്കുള്ളൂ. അപ്പൊ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. അപ്പൊ അതിനൊക്കെയുള്ള സ്കോപ്പ് ഉണ്ട്. അതിനൊക്കെയുള്ള ട്രെയിനിങ് കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നൽകി വരുന്നു. അതുമാതിരി പൈനാപ്പിൾ, പ്രത്യേകിച്ചും ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കർഷകർ എല്ലാം ബുദ്ധിമുട്ടിയുള്ള ഒരു കേസാണ്. പ്രത്യേകിച്ചും ഫ്രഷ് പൈനാപ്പിളിനാണ് അല്ലെ, കൈതച്ചക്കയ്ക്കാണ് ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗതം തടസ്സം വന്ന സമയത്ത് നമ്മളെ കൈതച്ചക്ക കർഷകർ കഷ്ടപ്പെട്ടത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പൈനാപ്പിളിൽ നിന്നും ഉണ്ടാക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്, നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളും കേരള അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ കൂടെ നടത്തി വരുന്നു. കശുമാങ്ങ ഏറ്റവും നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ കശുമാങ്ങയിൽ നിന്നും എത്ര നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, നമുക്ക് കശുവണ്ടി പരിപ്പ് നമ്മൾ എടുക്കും, അതല്ല പ്രധാനമായിട്ടും ചെയ്യുന്നു. പക്ഷെ കശുമാങ്ങ ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നതിനെ ഇഫക്റ്റീവായിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കേരള കാർഷിക സർവകലാശാല കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. വിവിധ സാങ്കേതിക വിദ്യകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേമാതിരി തന്നെ അതിന്റെ പ്രോഡക്ട്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതുമാതിരി കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൽ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങയിൽ നിന്നും ഉണ്ടാക്കുന്ന നിരവധി ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നിരവധി ക്രഷ് പോലുള്ള നെക്ടർ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കപ്പയിൽ
മറ്റൊരു ഉൽപ്പന്നമാണ്. ഞാൻ കൈതച്ചക്ക പറയുമ്പോൾ തന്നെ കേരളത്തിലുള്ള കർഷകർ ഇന്ന് അഭിമുഖീകരിച്ച മറ്റൊരു പ്രശ്നമാണ് കപ്പ. കപ്പയിൽ നിന്നും കപ്പ നല്ലൊരു വിള ബമ്പർ ഹാർവസ്റ്റ് ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുകയായിരുന്നു നമ്മളെ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മളെ കർഷകർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മരച്ചീനിയിൽ നിന്നും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, നമുക്ക് സമയം ഉണ്ടാവുന്ന സമയത്ത് അത് നല്ല കപ്പയിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. മരച്ചീനിയിൽ നിന്നും നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം, പാസ്റ്റാസ് ഉണ്ടാക്കാം, അങ്ങനെ നിരവധി പപ്പടം ഉണ്ടാക്കാം. ഇതെല്ലാം പറയുമെങ്കിലും പക്ഷേ ഒരു ബമ്പർ ഹാർവസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മളെ ഗ്രീൻ റവല്യൂഷന്റെ സമയത്ത്, ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് നെല്ലും ഗോതമ്പും ഉണ്ടായപ്പോൾ നമ്മൾ ക്യാപ് സ്റ്റോറേജ് സ്ട്രക്ചർ എന്ന് പറയുന്ന പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത മാതിരി ഈ ഇത്തരത്തിലുള്ള ഒരു ബമ്പർ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ കപ്പയെ വാട്ടക്കപ്പയായിട്ട് സൂക്ഷിക്കാനും അതുമാതിരി തന്നെ ഉണങ്ങിയ കപ്പയായിട്ട് സൂക്ഷിക്കാനും പിന്നീട് അതിന്റെ പൊടിയും പ്രത്യേകിച്ച് പിന്നെ പുട്ടുപൊടിയും പിന്നെ ഈ നൂഡിൽസും പാസ്റ്റാസും ഒക്കെ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നമാക്കിയിട്ട് മാറ്റാനുള്ള ഒരു പ്രൈമറി പ്രോസസ്സിങ്ങിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതെല്ലാം നമ്മൾ വ്യത്യസ്ത വെബിനാറിൽ കൂടെ ഞങ്ങൾ സംരംഭകർക്കും കർഷകർക്കും ഞങ്ങൾ പകർന്നു കൊടുക്കാൻ, അതെങ്ങനെ നിലവിലുള്ള ഡ്രയേഴ്സ്, നിലവിലുള്ള ഉണക്കൽ യന്ത്രങ്ങൾ എങ്ങനെ കപ്പ ഉണക്കാൻ ഉപയോഗിക്കാം, ഇതെല്ലാം ഞങ്ങൾ നിരവധി വെബിനാറുകളിലൂടെ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പല കർഷക സുഹൃത്തുക്കളെയും അടുത്തുള്ള ഡ്രയറുകളുമായിട്ട് ഞങ്ങൾ ഉണക്കൽ യന്ത്രങ്ങളുമായിട്ടുള്ള യൂണിറ്റുകളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി പലരെയും നമ്മൾ ഉണക്കാനുള്ള സഹായങ്ങൾ കേരള കാർഷിക ഇൻക്യുബേറ്റർ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണോ ആവശ്യം, ഒരു സംരംഭകന് ആവശ്യം, ആ രീതിയിലുള്ള ഇടപെടലുകളാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ നടത്തി വരുന്നത്. അത് ലാർജ് സ്കെയിലിലോ സ്മോൾ സ്കെയിലിലോ നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ അവരെ സഹായിച്ചു വരുന്നു. അതുമാതിരി തന്നെ ചെറുധാന്യങ്ങൾ, അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ, അതുമാതിരി സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന മൈക്രോ എൻകാപ്സുലേഷൻ ഞാൻ പറഞ്ഞു, അത്തരത്തിലുള്ള പ്രോഡക്ട്സ്, അതുമാതിരി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി, കളർ നിലനിർത്തിയിട്ട് ഉണക്കാനുള്ള, നമ്മൾ പറഞ്ഞു നമ്മൾ സാധാരണ രീതിയിൽ കുറച്ച് കളർ കുറയും സാധാരണ കൺവെക്ഷൻ ഡ്രയർ ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് വാക്യൂം ഡ്രയറിലോ അല്ലെങ്കിൽ വാക്യൂം ഇംപ്രഗ്നേഷൻ ഡ്രയറോ ചെയ്യുമ്പോൾ ആ കളർ നിലനിർത്തിയിട്ട് നമുക്ക് ഉണക്കാൻ സാധിക്കും. അതാണ് ആ ടെക്നോളജിയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന വാക്യൂം ഇംപ്രഗ്നേഷൻ സിസ്റ്റം ടെക്നോളജി. അപ്പോൾ ഇന്ന് നമ്മൾ നിലവിൽ കാണുന്ന രീതിയിലുള്ള ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള നിറം നിലനിർത്തിയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ വാക്യൂം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യ. റിട്ടോർട്ട് പോച്ച് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ കാനിങ് ടെക്നോളജി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷേ ഈ കാനിന്റെ കോസ്റ്റ് ഏകദേശം, ഒരു കാനിന്റെ കോസ്റ്റിന് ഏകദേശം 20 രൂപ അല്ലെങ്കിൽ മുതൽ 25 രൂപ വരും. അപ്പൊ അതിന് ബദലായിട്ടുള്ള ഒരു വർഷം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് റിട്ടോർട്ട് പോച്ച് പാക്കേജിംഗ് സാങ്കേതിക വിദ്യ. ഈ പാക്കേജിംഗ് കോസ്റ്റ് 25 രൂപയിൽ നിന്ന് 2.5-3 രൂപയാക്കി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 10% കുറയ്ക്കാൻ സാധിക്കുന്നത് വഴി നമ്മളുടെ സംരംഭങ്ങൾ കൂടുതൽ വിജയിക്കാനുള്ള സാധ്യത കൂടിയാണ് റിട്ടോർട്ട് പോച്ച് പാക്കേജിംഗ് സാങ്കേതിക വിദ്യ. ഇത് രാമശ്ശേരി ഇഡ്ഡലി, പരിപ്പ് പായസം, അതുമാതിരി തന്നെ കപ്പപ്പുഴുക്ക്, ചക്കട പുഴുക്ക്, അത്തരം നമ്മളെ ട്രഡീഷണൽ തലശ്ശേരി ബിരിയാണി, അപ്പൊ ഇത് അവിയൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം ടെക്നോളജികൾ മുഴുവൻ നമുക്ക് റിട്ടോർട്ട് പോച്ച് സാങ്കേതിക വിദ്യ വഴി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഏറ്റവും വലിയ മറ്റൊരു പ്രോഡക്റ്റാണ് നെല്ല്, അല്ലെങ്കിൽ അരിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായ അവല്, അതുമാതിരി തന്നെ പുട്ടുപൊടി, നോവൽ പുട്ടുപൊടി. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരു ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നൂതനമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പുട്ടിനുള്ള ടെക്നോളജി കേരള കാർഷിക സർവകലാശാലയിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, സാധാരണ അവലിന് പകരം ഗാബ എൻറിച്ച്ഡ് അവൽ, എന്ന് വെച്ചാൽ ഗാബ അമിനോ ബ്യൂട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് എൻറിച്ച് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള അവലുണ്ടാക്കാനുള്ള ടെക്നോളജി, അങ്ങനെ നൂഡിൽസ്, പാസ്റ്റാസ്, എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ്, ഹോട്ട് എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ് എല്ലാം ഈ അതുമാതിരി ന്യൂട്രി ബാറുകൾ, ചെറു ധാന്യങ്ങളും നട്ട്സും എല്ലാം വെച്ചിട്ടുള്ള ന്യൂട്രി ബാസ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ കേരള കാർഷിക സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, അതുമാതിരി തന്നെ മിനി റൈസ് മിൽസ്, സ്ത്രീകൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന മിനി റൈസ് മില്ല്, ചെറിയ അരിമില്ലുകൾ, അതിന്റെ സാധ്യതകൾ, അതുമാതിരി ഏതൊരു സംരംഭത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പ്രാഥമിക പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. അപ്പൊ സ്ത്രീകളെ ഈ മേഖലയിലേക്ക് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ വിവിധ മിഷണറികളാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലും കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഗ്രി എഞ്ചിനീയറിംഗ് കോളേജായിട്ടുള്ള തവനൂരിലും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം നിരവധി എക്യുപ്മെന്റ്സ്, പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിനും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ഡ്രഡ്ജറി ഒഴിവാക്കാനുള്ള നിരവധി എക്യുപ്മെന്റ്സും
നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പിന്നെ സാങ്കേതിക പരിശീലനവും കൂടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ എക്സ്ട്രൂഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നിങ്ങൾക്ക് കാണാം. എക്സ്ട്രൂഡഡ് മീൻസ് ഹോട്ട് എക്സ്ട്രൂഡഡ് കുർക്കുറെ മാറ്റത്തെ പ്രോഡക്റ്റ്. കുർക്കുറെ മാറ്റത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നോ നമ്മൾ നാടൻ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഞവരാരി, അതുമാതിരി ചക്കക്കുരു, പച്ചച്ചക്ക, നേന്ത്രക്കായ, ഇതെല്ലാം നമ്മളുടെ ആ ഉൽപാദക മേഖലയിൽ എന്താണോ അവൈലബിൾ ആ സാധനത്തിന് നമുക്ക് ടെക്നോളജി അഡ്വാൻസ്മെന്റോട് കൂടിയിട്ട് നമുക്ക് നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ കംപ്ലീറ്റ് ലൈൻ, പ്രോസസ് ലൈനാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഉള്ളത്. അപ്പോൾ സംരംഭകർക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാക്കാം. അതുമാതിരി തന്നെ പാസ്റ്റാസ് ഞാൻ പറഞ്ഞു. പാസ്റ്റാസ് അല്ലെങ്കിൽ നൂഡിൽസ് സാധാരണ മൈദയിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ സാധാരണ ഇപ്പോൾ ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ആ സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം അവർ മാറ്റി വെക്കും അല്ലേ, എന്നിട്ട് ആ കറി മാത്രമാണ് അവർ ഉപയോഗിക്കുക. പക്ഷെ അവർ ആ മാറ്റി വെക്കുന്ന സാധനങ്ങൾ മുഴുവൻ നമുക്ക് ഉണക്കി പൊടിച്ച് അത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു നമ്മളെ സമൂഹത്തെ വാർത്തെടുക്കാം. പ്രത്യേകിച്ചും ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികളെ ആരോഗ്യകരമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള പഴം അല്ലെങ്കിൽ ബീട്രൂട്ട്, ക്യാരറ്റ് അല്ലെങ്കിൽ പിന്നെ വാഴപ്പഴത്തിന്റെ തോല് എന്ന് വെച്ചാൽ നമ്മളുടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് പൊടിച്ച് നമുക്ക് ഈ പറഞ്ഞമാതിരി നൂഡിൽസ് അല്ലെങ്കിൽ പാസ്റ്റാസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുമാതിരി തന്നെ നേരത്തെ പറഞ്ഞു മൈക്രോ എൻകാപ്സുലേഷൻ, നമ്മൾ സ്പൈസസിന്റെ എല്ലാം, അതുമാതിരി തന്നെ ജ്യൂസിന്റെ, വാഴപ്പിണ്ടിയുടെ ജ്യൂസിന്റെ എല്ലാം സത്ത് എടുത്ത് ആ സത്തിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതിന്റെ ആ സത്ത് ഉള്ളിൽ വെച്ച് അതിന്റെ മേലെ നമ്മൾ കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വലുതായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും കൂടി അത് മൈക്രോ ആണ്. വളരെ ചെറിയ രീതിയിൽ അതിനെ നമുക്ക് വളരെ ചെറിയ പിന്നെ ഒരു പൗഡർ ഫോമിലാണത്. ആ പൗഡറിന്റെ ഉള്ളിലാണ് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ അതിന്റെ സത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് വേണ്ട സമയത്ത് നമുക്ക് ഉപഭോക്താവിന് അതിന്റെ മണവും ഗുണവും കിട്ടും. ഇത് നോൺ തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറയും. കേരള കാർഷിക സർവകലാശാല നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഇത്തരത്തിലുള്ള നോൺ തെർമൽ പ്രോസസ്സിംഗ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ റിട്ടോർട്ട് പൗച്ച് പാക്കേജിംഗ് സാങ്കേതിക വിദ്യ ആണെങ്കിലും കാനിങ് ടെക്നോളജി ഒക്കെ ആണെങ്കിലും അതെല്ലാം ഉയർന്ന ഊഷ്മാവിൽ പോയി അതിനെ ടെക്നോളജിക്കലായിട്ട് കൂടുതൽ നാൾ സൂക്ഷിച്ചു വെക്കുന്ന ടെക്നോളജിയാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ അതിനെ ഷെൽഫ് ലൈഫ് പിന്നെ സൂക്ഷിയിരിപ്പ് കൂട്ടുന്ന ടെക്നോളജിയാണ് ഈ നോൺ തെർമൽ പ്രോസസ്സിംഗ്. അത് ഹൈ പ്രഷർ പ്രോസസ്സിംഗ് ആണെങ്കിലും പൾസ് ലൈറ്റ് ടെക്നോളജി ആണെങ്കിലും ഓസോൺ ടെക്നോളജിയാണ്. നിരവധി സാങ്കേതിക വിദ്യയാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ ചെയ്തു വരുന്നത്. ഇതെല്ലാം ഓസോൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പഴം പച്ചക്കറിയെല്ലാം മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഓസോണേറ്റഡ് വാട്ടറിൽ നമ്മൾ കഴുകുന്നത് വഴി അതിനകത്തുള്ള ഇൻസെക്ടിസൈഡിന്റെ പെസ്റ്റിസൈഡിന്റെ അളവ് 50% കണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജി അഡ്വാൻസ്മെന്റ് 3D ഫുഡ് പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഞാൻ നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞു. നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിൽ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്പിൽ, അത് വേണ്ട ഓരോ ഉപഭോക്താവിനും വേണ്ട രീതിയിലുള്ള പിന്നെ പോഷക ഘടകങ്ങളോട് കൂടിയിട്ടുള്ള 3D ഫുഡ് പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നിലവിലുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ആളുകൾക്കാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മീറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് അവർക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതുമാതിരി തന്നെ നോൺ വെജിറ്റേറിയൻ ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കളറിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് അവർക്ക് വേണ്ട ആ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും 3D ഫുഡ് പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ വഴി. ഇതാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഒരു പുറത്തുനിന്നുള്ള റിവ്യൂ ആണ്. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് വെള്ളാനിക്കരയിലാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ നിൽക്കുന്നത്. ഇതിന് വേണ്ട പ്രായോഗിക പരിശീലന കളരിയുടെ ഒരു ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രായോഗിക പരിശീലന കളരി കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട മുൻ കൃഷിമന്ത്രി സുനിൽകുമാർ അവർ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു ഫോട്ടോ ആണത്. അപ്പൊ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്, നിരവധി മെഷീനറികളാണുള്ളത്. അപ്പൊ ഈ മെഷീനറികളെല്ലാം ഉള്ള ഒരു പ്രായോഗിക പരിശീലനം കൂടിയാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെ നടത്തി വരുന്നത്. അതുമാതിരി തേങ്ങയിൽ ഞാൻ പറഞ്ഞു നാളികേരത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചെയ്യേണ്ട മെഷീനറീസ് ആണ്. തേങ്ങ പൊതിക്കുന്നത് മുതൽ ചിരട്ട കളയാനും അതുമാതിരി തന്നെ അതിന്റെ തൊലി കളയാനും ഒക്കെ ഉള്ള മെഷീൻ, സ്ലൈസ് ചെയ്യാൻ കംപ്ലീറ്റ് തേങ്ങയിൽ നമ്മൾ ഈ പുതിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് തേങ്ങയുടെ നാളികേരത്തിൽ നിന്നുള്ള വാല്യൂ അഡീഷനുള്ള എല്ലാവിധ എക്യുപ്മെന്റ്സും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ള നൂതനമായിട്ടുള്ള സംരംഭകർ വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ ചെറു മില്ലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു 40,000 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ചെറു മില്ലുകൾക്ക് നമ്മൾ
ഊന്നൽ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അരിമില്ലുകൾ, വലിയ അരിമില്ലുകൾ നമുക്കറിയാം കാലടി ഭാഗത്തെല്ലാം 2.5-3 കോടിക്കെല്ലാം ഉള്ള ആസ്തിയുള്ള അരിമില്ലുകളുണ്ട്. പക്ഷെ ചെറിയ കൂട്ടായ്മകൾ, സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് ചെയ്യാൻ പറ്റുന്ന 40,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള പുഴുങ്ങി ഉണക്കി കുത്തിയെടുക്കാൻ പറ്റുന്ന ചെറിയ അരിമില്ലുകളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കലും കൂടി ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനുള്ള പരിശീലന കളരി നടത്തി വരുന്നു. ഈ ഞാൻ ഇത്രയും നൂതനമായുള്ള സാങ്കേതിക വിദ്യകൾ പറഞ്ഞു. അപ്പോൾ ഈ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ പരിശീലനങ്ങൾ കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ നടത്തി വരുന്നു. തൃശ്ശൂരിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം, കാസർഗോഡ് വരെ കേരള കാർഷിക സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, വിവിധ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്, ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ കിട്ടും. അവിടെ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർ കേരള കാർഷിക സർവകലാശാല ഏത് ബിസിനസ് ഇൻക്യുബേറ്ററിലാണ് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്, അവിടേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. ആ ഡയറക്റ്റ് ചെയ്യുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും ഞങ്ങൾ നൽകി വരുന്നത്. അപ്പൊ അതാണ് ഈ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ടോ? ആ ആശയം ഉണ്ടെങ്കിൽ കാർഷിക സർവകലാശാലയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോവാം. ഈ ഒരു അവസരത്തിൽ ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു ടീമാണ്. ഇതിനകത്ത് ഞങ്ങൾ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലുമായിട്ട് സഹകരിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, അതുമാതിരി തന്നെ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ സംരംഭക സുഹൃത്തുക്കൾ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞു. ഒരു വിഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ നടത്തി വരുന്നു. അപ്പോൾ ഈ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ ഇത്രയും നല്ലൊരു വിജയഗാഥ രചിക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വീണ്ടും ഒരു ബിസിനസ് ഇൻക്യുബേഷന്റെ പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാനും അതോടൊപ്പം കേരള കാർഷിക സർവകലാശാലയിലൂടെ കർഷകർക്കും സംരംഭകർക്കും അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഒരു അത്താണിയായി മാറി നിരവധി സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാവട്ടെ. അതുമാതിരി തന്നെ കർഷകരെ സംരംഭകരാക്കുന്നത് വഴി നമ്മുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കട്ടെ. അതുമാതിരി തന്നെ നമ്മളുടെ സമൂഹത്തിന്റെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ എക്കണോമിക് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം ഉയർന്ന് കേരള സംസ്ഥാനത്തിന്റെ തന്നെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാക്കാനും കൂടി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററും കേരള കാർഷിക സർവകലാശാലയും എന്നും കൂടെയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇത്രയും നേരം അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ പദ്ധതിയുടെയും പരിശീലനത്തിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും അവയുടെ ആരോഗ്യതലവും പാരിസ്ഥിതിക തലവും എല്ലാം തന്നെ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ഈ പദ്ധതിയുടെ ചുക്കാൻ പിടിക്കുന്ന മുഖ്യ ഗവേഷകൻ പ്രൊഫസർ ഡോക്ടർ KP സുധീർ സാറിന് നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന നവസംരംഭകർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.